കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നന്നായിട്ട് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഇരിക്കാം. സന്തോഷമാണോ? ഞങ്ങൾക്ക് സന്തോഷമാണ്. സന്തോഷമാണോ? ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ ഒരു ദിവസം കൂടി ദൈവം തരികയാണ്. കർത്താവിൻ്റെ കരുണയാണ് ദൈവം ഇപ്രകാരം നമുക്ക് നൽകുന്നത്. നല്ല കാലാവസ്ഥ, നല്ല സാഹചര്യങ്ങൾ, വരാനും പോകാനും ഒക്കെ പറ്റുന്ന അന്തരീക്ഷം, എല്ലാം ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഓരോ കാര്യങ്ങൾ നമുക്ക് ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ ഈ ഉള്ളതിൻ്റെ വില അറിയുന്നത്. ഞാൻ 2018 കോവിഡ് വന്നത് ഏത് വർഷമാണ്? 18ആണോ? 19 2019 ചങ്ങനാശ്ശേരി കൺവെൻഷന് ഞാൻ ഇതുപോലെ പറഞ്ഞു, നമുക്കുള്ളപ്പോൾ ഉള്ളതിൻ്റെ വില അറിയത്തില്ല, ഇതൊക്കെ ഇല്ലാതാവണം, അന്നേരമാണ് ഇത് അറിയുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? കേരളത്തിലാകെപ്പാടെ കോവിഡെല്ലാം വന്ന് എല്ലാം അടഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നേരമാണ് കൺവെൻഷന് ഇങ്ങനെ പറഞ്ഞാണ്. പക്ഷേ പിന്നെ എല്ലാം അടഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ദൈവമേ ഒന്നും ഇല്ലാതാവുമ്പോഴാണ് അതിൻ്റെ വില അറിയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പള്ളി, പ്രാർത്ഥന, കുർബാന, ആരാധന, വചന ശുശ്രൂഷ എല്ലാം ഞാൻ ഇന്നലെ ഒരു ദൈവ ശുശ്രൂഷകൻ്റെ ഓഡിയോ ക്ലിപ്പ് ഒരാൾ അയച്ചു തന്നത് കേൾക്കുകയായിരുന്നു. അതിനകത്ത് അദ്ദേഹം വേദനയോടെ പറയുകയാണ്, വീടുകളിൽ പോലും പ്രാർത്ഥന നടത്താൻ പറ്റാത്തൊരു അന്തരീക്ഷം ഭാരതത്തിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതായത് വീടുകളിൽ പോലും പ്രാർത്ഥന, അതായത് ഒരു സംസ്ഥാനത്തിൽ ഏതാണ്ട് 700 കേസുകളാണ് കഴിഞ്ഞ വർഷം മതപരിവർത്തനം ആരോപിച്ച് രജിസ്റ്റർ ചെയ്തത്. 700 കേസുകൾ. അദ്ദേഹം പറയുകയാണ്, അതിൽ 700 കേസും ഉണ്ടാക്കിയതാണ്. 700 കേസും ഉണ്ടാക്കിയതാണ്. അതിൻ്റെ കേസിൻ്റെ വിചാരണയും അന്വേഷണവും എല്ലാം തീരാൻ ഏതാണ്ട് 5 കൊല്ലം എടുക്കും. ലക്ഷക്കണക്കിന് രൂപ വക്കീലന്മാർക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ ദേഹോപദ്രവം, കയറി ആളുകൾ തല്ലുന്ന അവസ്ഥയാണ് പലയിടത്തും. അപ്പോൾ ദേഹോപദ്രവം, അപ്പോൾ അതിൻ്റെ ചികിത്സാ ചെലവുകൾ, പിന്നീട് ഈ കോടതി ചെലവുകൾ. 5 കൊല്ലം കഴിയുമ്പോൾ കേസിനൊരു തെളിവില്ല, ഇത് കെട്ടിച്ചമച്ചാണെന്ന് പറഞ്ഞ് വെറുതെ വിടും. 5 കൊല്ലം ഈ പാവപ്പെട്ടവൻ അനുഭവിച്ചത് മിച്ചം. ഇതാണിപ്പോൾ പലയിടങ്ങളിലെ അവസ്ഥ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മലയാളി ഇതിൻ്റെ ഗൗരവം അത്രയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ ഇന്ത്യയിലെ പല നഗരങ്ങളിലും യാത്ര ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു ഗൗരവം പലപ്പോഴും നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ അത് അറിയുന്നില്ല. നമുക്കറിയാം, സുവിശേഷം പങ്കുവെക്കുന്നതിനും യേശുവിനെ പ്രഘോഷിക്കുന്നതിനുമൊക്കെ തടസ്സങ്ങൾ നേരിടുന്നൊരു കാലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അപ്പോഴാണ് നമ്മൾ കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗിക്കാതിരിക്കുന്നത് ദൈവസന്നിധിയിൽ വലിയ പാപമായിട്ട് മാറും. ആമോസിൻ്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വചനം പറയുന്നുണ്ട്. അതായത് ഈ അന്തിമ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവവചനം ഇല്ലാതാവും എന്ന് പറഞ്ഞാൽ, വചനം കേൾക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും, അല്ലെങ്കിൽ വചനം സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അതില്ലാതാകുന്ന ഒരു കാലം വരും. നമ്മൾ ഇന്നലെ ഹബക്കൂക്ക് വരെ എത്തിയായിരുന്നു. മത്തായിയുടെ പുറകിൽ, മലാക്കിയുടെ പുറകിൽ, സക്കറിയയുടെ പുറകിൽ, ഹഗായിയുടെ പുറകിൽ, സെഫാനിയയുടെ പുറകിൽ ഹബക്കൂക്കിൻ്റെ പുറകിലാണ് നാഹൂം. ആരാണ്? നാഹൂം. നാഹൂമിൻ്റെ പുറകിലാണ് മീഖ. നാഹൂമിൻ്റെ പുറകിലാണ് മീഖ. മീഖയുടെ പുറകിലാണ് യോനയുടെ പുറകിലാണ് ഒബാദിയയുടെ പുറകിലാണ് ഈ ഞാൻ പറഞ്ഞ ആമോസ്. അപ്പോൾ പുറകെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആമോസിനെ എടുക്കണം. ആമോസ് എടുത്തോ. ആമോസിൻ്റെ പുസ്തകത്തിൻ്റെ 8-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം. ആമോസിൻ്റെ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമമയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനു വേണ്ടിയുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. കണ്ടോ, ഇങ്ങനെയൊരു കാലമുണ്ട്. ഇത് കർത്താവിൻ്റെ ദിനത്തിനൊരുക്കമായി ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്നാണിത്. വചനക്ഷാമം എന്ന് പറഞ്ഞാൽ വചന ശുശ്രൂഷ. ഇന്നിപ്പോൾ ഇഷ്ടം പോലെ വചനമുണ്ട്, ഇഷ്ടം പോലെ. ഇപ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഡാനിയലച്ചൻ വന്നില്ലെങ്കിൽ സാരമില്ല, യൂട്യൂബ് ഉണ്ടല്ലോ, അങ്ങനെ വേണേൽ വിചാരിക്കാം. അപ്പോൾ യൂട്യൂബിൽ കേൾക്കാം. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണിത്.
ഇതൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ ഓരോ വർഷവും മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പം നാളെ ഒരു സുപ്രഭാതത്തിൽ യൂട്യൂബ് തീരുമാനിക്കുകയാണ് റിലീജിയസ് ആയുള്ള എല്ലാ കണ്ടൻറ്റുകളും യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് ഡാനിയേൽ അച്ഛൻ്റെ 2000 വീഡിയോകൾ ഇല്ലാതാവും. ഒറ്റ രാത്രി കൊണ്ട്. അപ്പോൾ അത് തീരാൻ അധികം നേരമൊന്നും വേണ്ടേ? പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇതൊന്നും നമ്മൾ നാളെ ഉണ്ടാകും എന്ന് കരുതരുത്, നാളെ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. കാരണം ഒരൊറ്റ രാത്രി കൊണ്ട് ഇതൊക്കെ ഇല്ലാതാവും. ഇനി മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഒരു നിയമം പാസ്സാക്കുകയാണെന്ന് വിചാരിക്കുക. മതപരമായ കാര്യങ്ങൾക്ക് ഈ രാജ്യത്ത് ഒരുമിച്ച് കൂടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ പോകുന്നു. 10-20 പേര് കൂടുതൽ ഒരിടത്ത് മതപരമായ കാര്യങ്ങൾക്ക് ഒരു ഗ്രൗണ്ടിൽ, ഓപ്പൺ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാൻ പാടില്ല എന്ന് ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കുക ബുദ്ധിമുട്ടൊന്നുമല്ലല്ലോ. അല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നാളെ കൺവെൻഷനുകൾ ഇല്ലാതായെന്ന് വരാം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറയുന്നത് ഞാൻ നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ഭാരമൊന്നുമില്ലെന്ന് എനിക്കറിയാം, എന്നാലും അതല്ല എൻ്റെ ഉദ്ദേശം. മറിച്ച് നമ്മൾ ഈ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയുന്ന പല കാര്യങ്ങളും നാളെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന നാളുകളുള്ള കാലത്തോളം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്ന് ലഭിക്കുന്ന അവസരങ്ങളെ നന്നായി ഉപയോഗിക്കണം. ഇന്ന് കുമ്പസാരിക്കാൻ സൗകര്യമുണ്ട്, അത് നാളെ ആകട്ടെ എന്ന് വിചാരിക്കരുത്. നാളെ അതിന് അവസരം കിട്ടണമെന്ന് നിർബന്ധമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നാളെ എന്ന് പറഞ്ഞാൽ അത് നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ അതിനൊരവസരം ഉണ്ടാകണമെന്നൊരു നിർബന്ധമില്ല. അച്ഛന്മാരുടെയൊക്കെ മനസ്സിലെ വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ചില ആളുകൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പോൾ കേൾക്കുന്നത് അവർ മരിച്ചു എന്നുള്ള വാർത്തയായിരിക്കും. പല പുരോഹിതന്മാരുടെയും മനസ്സിലുള്ള സങ്കടമാണിത്. അതായത് ആ സമയത്ത് പോകാൻ പറ്റിയില്ല, ആ സമയത്ത് കാണാൻ പറ്റിയില്ല. അപ്പോൾ നാളെ വിളിക്കുമ്പോൾ നാളെ വരും. ഇപ്പോൾ കുമ്പസാരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു, അപ്പോൾ അന്നേരം നമ്മൾ സ്ഥലത്തില്ല, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കേൾക്കുന്ന അവർ മരിച്ചു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ ഇത് ഇന്ന് നിലനിൽക്കണമെന്നില്ല, ഇതൊന്നും നാളെ ഉണ്ടാകണമെന്നൊരു നിർബന്ധമില്ല. അതുകൊണ്ട് എന്ത് ലഭിച്ചാലും ദൈവസന്നിധിയിൽ നിന്ന് നന്ദിയോടെ അത് സ്വീകരിക്കണം. ഒരു നിമിഷം പോലും പാഴാക്കി കളയരുത്. ഹല്ലേലൂയ. വചനം ശ്രദ്ധയോടെ വായിക്കണം. നിങ്ങൾ നന്നായിട്ട് വചനം വായിക്കണം, പഠിക്കണം. എല്ലാ ദിവസവും വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്ത് ദൈവവചന ഹൃദയത്തിൽ സൂക്ഷിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ ഒരു കൊട്ടാരക്കര കൺവെൻഷന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. അതായത് ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇതാണ്. അതായത് നിങ്ങൾക്ക് ഈ ഇന്ത്യയിൽ ഇന്ന് എല്ലാവരുടെയും കയ്യിലുള്ള എല്ലാ ബൈബിളുകളും എടുത്ത് കത്തിച്ചാൽ എന്ത് സംഭവിക്കും? ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ന് എല്ലാവരുടെയും കയ്യിലുള്ള ബൈബിള് ആരെങ്കിലുമൊക്കെ വന്നിട്ട് പിടിച്ചു വാങ്ങിയിട്ട് കഴുത്തിന് കത്തി വെച്ചിട്ട് പിടിച്ചു വാങ്ങിയിട്ട് കൂട്ടിയിട്ട് കത്തിച്ചാൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെറ്ററിൽ കറുത്തതും വെളുത്തതുമായ അല്ലെ വെള്ള പേപ്പറിൽ കറുത്ത അക്ഷരങ്ങളിൽ എഴുതിയ പുസ്തകങ്ങൾ കത്തിക്കാം. പക്ഷെ നെഞ്ചിനകത്തുള്ള വചനം കത്തിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റില്ല. ചങ്കിനകത്ത് കാത്തുവെച്ച വചനം കവർന്നെടുക്കാനോ കത്തിക്കാനോ ഭൂമിയിൽ ഒരുത്തനും ബലപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പുസ്തകങ്ങളിലെ ഗ്രന്ഥത്തിലെ തിരുവെഴുത്തുകളെ ആശ്രയിക്കുന്നതിന് പകരം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വചനത്തെ ആശ്രയിക്കുന്നതാണ് ഈ കലിഘട്ട കാലത്ത് ഉത്തമം. ഞാനത് കൊട്ടാരക്കര കൺവെൻഷന് ഇങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം ഒരു വാർത്ത കേട്ടു, കേരളത്തിലൊരാൾ ഒരു ബൈബിള് കത്തിച്ചു. അപ്പോൾ എന്നോട് ആളുകൾ പറഞ്ഞു ഇത് അറിഞ്ഞിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അറിഞ്ഞിട്ട് പറഞ്ഞൊന്നുമല്ല, അത് ഈ പ്രവചനത്തിൻ്റെ ഒരു ആത്മാവുണ്ട്. ഇതിങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയും, അടുത്ത ദിവസം അത് സംഭവിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മഹാനാണെന്ന് പറയുകയല്ല, മറിച്ച് ഇത് നമ്മൾ ഇത്തരം കാര്യങ്ങളെ നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. ഈ തിരുവെഴുത്തുകൾ കാണാതെ പഠിക്കണം, വചനം കാണാതെ പഠിക്കണം. കാരണം നാളെ ഒരു കാലത്ത് ബൈബിൾ എടുക്കും. ഇപ്പോൾ എൻ്റെ ഒരു ചങ്ങാതി കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ജയിലിലാണ്, ഒരു വിദേശ രാജ്യത്ത് ജയിലിലാണ്. ആ ജയിലിൽ കിടക്കുന്ന ചങ്ങാതി വിശ്വാസം നഷ്ടപ്പെടാതെയും ദൈവത്തെ ആശ്രയിച്ചും ദൈവത്തെ സ്നേഹിച്ചും എന്നെക്കാളും വിശ്വാസമാണ് അങ്ങേർക്ക്. ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് ഈ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന കാലത്ത് ഇഷ്ടം പോലെ വചന ഹൃദയത്തിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ആശ്വസിപ്പിക്കാൻ വിളിക്കുമ്പോൾ, ജയിലിൽ നിന്ന് വിളിക്കാം, അപ്പം നമ്മൾ അങ്ങോട്ട് ആശ്വസിപ്പിക്കുമ്പോൾ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുക, തിരിച്ചാശ്വസിപ്പിക്കുക. കാരണം അകത്ത് വചനം കിടപ്പുണ്ട്. നാളെ ഒരു കാലത്ത് നിങ്ങളുടെ കയ്യിലെ ബൈബിൾ കവർന്നെടുത്താലും വചനം പരസ്യമായി കൊണ്ടു നടക്കാൻ അനുവാദമില്ലാത്ത വിധി തീർപ്പുകൾ ഈ രാജ്യത്ത് സംഭവിച്ചാലും നാളെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കവർന്നെടുക്കപ്പെടുന്ന വചന പുസ്തകങ്ങൾ തെരുവീതിയിലിട്ട് കൂട്ടിയിട്ട് കത്തിച്ചാലും വിശ്വാസിക്കൊന്നും നഷ്ടപ്പെടാനില്ല.
കാരണം ചങ്കിനകത്ത് ബൈബിളുള്ള കാലത്തോളം ആർക്കും ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹൃദയത്തിനകത്ത് വചനമുള്ള കാലത്തോളം ആർക്കും ഒരാളെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് തിരുവെഴുത്തുകളെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പലായനം ചെയ്യുന്നതിന്, പരക്കം പായുന്നതിന് പകരം ദൈവവചനത്തെ ആശ്രയിക്കണം. ഇരുന്ന് വായിക്കണം, ബൈബിൾ എടുക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ വചനം, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒത്തിരി വചനം വ്യാപകമാക്കാൻ നമ്മളാ കഴിയുന്ന എല്ലാം ആ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഷ്ടംപോലെ വചനം എവിടെ കിട്ടിയാൽ, ഒരു വചനം കിട്ടിയാലും അത് ഹൃദയത്തിൽ സൂക്ഷിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതാണ് ആമുഖമായിട്ട് പറഞ്ഞത്. നമുക്കിനി ഞാൻ മറ്റു ചില കാര്യങ്ങളൊക്കെ പറയണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് എന്നെ ഈ വിഷയത്തിൽ നിന്ന് മാറാൻ സമ്മതിക്കുന്നില്ല. എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം തന്നെ പറയാം. അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും വചനം തന്നെ പറയാനാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഞാൻ കിടന്നുറങ്ങുമ്പോൾ വെളുപ്പാങ്കാലത്ത് ഒരു സ്വപ്നം കാണിച്ചിട്ട് പറഞ്ഞു, ഇത് തന്നെ പറയാൻ പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചോയ്സ് ഇല്ല, ഇത് തന്നെ പറയാനാണ് ആത്മാവിൻ്റെ നിർബന്ധം. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്നു പോവാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായം എടുക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായം. അവിടെ ദൈവം ശക്തമായ ഒരു വാണിംഗ്, ഒരു താക്കീത് കായേൻ എന്ന ഈ ആദി മാതാപിതാക്കളുടെ മൂത്ത മകന് നൽകുന്നുണ്ട്. കായേൻ എന്ന മകൻ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായം 6ഉം 7ഉം തിരുവചനം ഉച്ചത്തിൽ വായിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഉറക്കെ വായിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 6ഉം 7ഉം. കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. പാപം വാതിൽക്കൽ പതിയിരിപ്പുണ്ട്, നീ അതിനെ കീഴടക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുകയാണ്. ഒരിക്കൽ കൂടി വായിക്കാം. കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ വിചാരിക്കും നമ്മൾ ജീവിക്കുന്നത് ഒരു ശരിയായ മാർഗത്തിലൂടെയാണെന്ന്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കാം. നാം പ്രോവേർബ്സ് 14:12 സുഭാഷിതങ്ങൾ 14:12 വായിക്കാമോ? ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ഒന്നുകൂടെ വായിക്കാമോ? ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. നമ്മൾ ശരിയാണെന്ന് വിചാരിക്കും. ചിലപ്പോൾ എനിക്ക് ജീവിതത്തിന് ഒരു കുഴപ്പമില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് വിചാരിക്കും. നിരന്തരമായ അനുതാപത്തിലൂടെ കടന്നു പോകാത്തൊരു വ്യക്തി കർത്താവിൻ്റെ കൃപാവരത്തിൻ്റെ കീഴിൽ നിന്ന് മാറിപ്പോവും. നമുക്ക് പാപമില്ല എന്നൊരു ധാരണ അനേകം ആളുകളുടെ മനസ്സിലുണ്ട്. പാപമില്ല എന്ന് വായിക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായം. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള തിരുവചനം വായിക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായം 7 മുതലുള്ള തിരുവചനം. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. എന്നിട്ട് വായിക്കാം. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യം ഇല്ലെന്ന് വരും. അപ്പം അതാണ് അതിൻ്റെ കാര്യം. അതായത് നമുക്ക് പാപമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കുമ്പസാരിക്കാൻ ഒന്നുമില്ല. കുമ്പസാരക്കൂട്ടിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കുമ്പസാരിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെയെങ്ങും അല്ല, അച്ഛൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, അച്ഛാ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, വല്ലതും ഉണ്ടെങ്കിൽ അച്ഛനങ്ങ് ക്ഷമിച്ചേര്. അച്ഛൻ എന്നെ കണിയാനാണ് ഈ വല്ലതും ഉണ്ടെന്ന് ഗണിച്ച് പറയാൻ വേണ്ടി. അപ്പോൾ വല്ലതും ഉണ്ടെങ്കിൽ, അതായത് ഒരു പാപബോധവും ഇല്ല. ഒരു ദിവസം എത്ര പാപം ചെയ്യുന്നുണ്ടെന്ന് ശരിക്കും ആത്മശോധന ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. എനിക്ക് ഒരാൾ ഒരു പുസ്തകം അയച്ചു തന്നു. അത് കുമ്പസാരത്തിൻ്റെ ആത്മശോധനയാണ്. അതൊരു 10-400 പേജുള്ള വലിയ പുസ്തകമാണ്. ഞാനതിൻ്റെ ഒരു 4-5 പേജ് വായിച്ചപ്പോൾ തന്നെ ഒരു 5-6 പേപ്പറിനകത്ത് അത് നിറച്ചും പാപം അകത്തും പുറത്തും എഴുതി. എന്നിട്ട് ഇനി ഇതുകൊണ്ട് ചെന്നാൽ കുമ്പസാരിപ്പിക്കുന്ന അച്ഛന് വല്ലതും തോന്നുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ബാക്കി ഇനി അടുത്ത കുമ്പസാരത്തിന് പറയാമെന്ന് ഓർത്ത് അതുകൊണ്ട് പോയി. എന്ന് പറഞ്ഞാൽ പാപം ഇല്ലാഞ്ഞിട്ടല്ല, പാപം കണ്ടുപിടിക്കാത്തതാണ്.
തിരിച്ചറിയാത്തതാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പാപം തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ്? പാപം തിരിച്ചറിയേണ്ടത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഈ വചനമാണ് പാപത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം എടുക്കാം. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 22 മുതലുള്ള തിരുവചനം വായിക്കാം. യാക്കോബ് 1:22 വായിക്കാം. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന, ജെയിംസ് ചാപ്റ്റർ 1:22, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവിൻ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടനെ വിസ്മരിക്കുകയും ചെയ്യുന്നു. കണ്ടോ? അതായത് വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നാലേ നമുക്ക് നമ്മുടെ മാലിന്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. നമ്മൾ വചനത്തെ അനുദിനം പരിശോധിക്കണം. അനുദിനം പരിശോധിച്ച് അതിനകത്ത് നമ്മുടെ ജീവിതത്തെ നിർമ്മലമാക്കാനുള്ള വചനത്താലാണ് നമ്മൾ നല്ല നല്ല വെട്ടമുള്ളവരായിട്ട് മാറുന്നത്. ഒരു വചനം വായിച്ചോ, എഫേസോസ് ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. നമുക്ക് വെണ്മയുണ്ടാവുന്നത് വചനത്തിലൂടെയാണ്. അല്ലെങ്കിൽ നമുക്ക് പാപബോധം ഉണ്ടാവുന്നത്. വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 5:27. എഫേസോസ് 5:27 വായിച്ചേ. 26. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് വെള്ളം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. കണ്ടോ? ഒരാൾ വെണ്മയുള്ളതായിട്ട് മാറുന്നത്, ഒരാൾ നവീകരിക്കപ്പെടുന്നത് വചനം കൊണ്ടാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവനെന്ന് പറഞ്ഞാൽ യേശു സഭ എന്ത് ചെയ്തു? വിശുദ്ധീകരിക്കുന്നതിന് എന്ത് ചെയ്തു? വെള്ളം കൊണ്ട് കഴുകി. അതെന്താണ് വെള്ളം കൊണ്ട് കഴുകിയത്? എന്താണ്? മാമോദീസായാണ്. മാമോദീസായിലൂടെ കഴുകപ്പെട്ട ഒരാത്മാവ് വിശുദ്ധീകരിക്കപ്പെടുന്നത് കുമ്പസാരത്തിലൂടെയും വചനത്തിലൂടെയുമാണ്. കുമ്പസാരിക്കാനുള്ള വക കിട്ടുന്നത് വചനം വായിക്കുമ്പോഴാണ്. വചനത്തിലാണ് നമ്മൾ നമ്മളെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം വചനം വായിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ മാലിന്യങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് ആ മാലിന്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയണം. അപ്പോൾ അനേക ആളുകളുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്, ഞാൻ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. ഒരു വചനം വായിക്കാം. നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം, ഡ്യൂട്രോണമി ചാപ്റ്റർ 29. നിയമാവർത്തനം 29-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, 18ഉം 19ഉം വായിക്കാം. 18, 19, 20 വായിക്കാം. നിയമാവർത്തനം ഡ്യൂട്രോണമി 29, 18, 19, 20 വായിക്കാമോ? അവരുടെ ദേവന്മാരെ സേവിക്കാനായി നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഇന്ന് തൻ്റെ ഹൃദയത്തെ അകറ്റുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. അടുത്തത് ഉറക്കെ വായിക്കണം. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. ഉണ്ടോ? ശ്രദ്ധിക്കാമോ? കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരം, അതിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ അതൊരു ഉപമയാണ്. അത് ആരെയോ സൂചിപ്പിക്കുകയാണ്. അത് ആരെയോ അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അതാരാണിത്? അങ്ങനെയുള്ളവൻ. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് പോലെയുള്ളവൻ, അങ്ങനെയുള്ളവൻ. വായിക്കാം. ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്ന് തന്നെ എന്ന ഭാവത്തിൽ നിർത്തുക. കുതിർന്നതും, അതായത് ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ അനുതാപത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ഒരു ദേശത്ത് അലയടിക്കുമ്പോൾ ഇത്തരം മനോഭാവമുള്ള ആളുകൾ, കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് പോലെയുള്ള ആളുകൾ അവരെന്ത് ചെയ്യും? ഞാൻ വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ. നല്ലത് ചെയ്താലും മോശപ്പെട്ട ജീവിതം നയിച്ചാലും അതൊരുപോലെ, എങ്ങനെ ജീവിച്ചാലും അതൊരുപോലെ എന്ന ഭാവത്തിൽ, വരണ്ടതും കുതിർന്നതും ഒന്ന് തന്നെ എന്ന ഭാവത്തിൽ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും, വായിക്കാം, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കുമെന്ന് പറഞ്ഞ് തന്നെ അനുഗ്രഹിക്കും. ചില ആളുകൾ അങ്ങനെയാണ്. അതായത് എന്നെ നന്നാക്കാൻ നോക്കണ്ട. ഈ ബാബിലോൺ അടിമത്തത്തിലേക്ക് ജനം നയിക്കപ്പെട്ട്, ഇത് മാറ്റരുത്, ഇവിടെ എന്തെങ്കിലും വല്ല കല്ലല്ല വിരലോ വല്ല എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വേറൊരു വചനത്തിലേക്കൂടെ വരണം. അത് ദിനവൃത്താന്ത പുസ്തകം എടുക്കാം. രണ്ട് ദിനവൃത്താന്തത്തിൻ്റെ 2 ക്രോണിക്കിൾസ്, 2 ദിനവൃത്താന്തത്തിൻ്റെ അവസാനത്തെ അധ്യായം എടുക്കാം. അതായത് 2 ദിനവൃത്താന്തത്തിൻ്റെ 36-ാമത്തെ അധ്യായം എടുക്കുക. 36 അവിടെ 2 ക്രോണിക്കിൾസ് ചാപ്റ്റർ 36, 36 അവിടെ എന്താ പറയുന്നതെന്ന് അറിയാമോ? എന്നെ നോക്കാവോ? ദിനവൃത്താന്തം കിട്ടിയില്ലേ?
അപ്പോൾ 2 ദിനവൃത്താന്തം 36 പറയുന്നത് ബാബിലോൺ അടിമത്തത്തിലേക്ക് ജനം നയിക്കപ്പെട്ടതിൻ്റെ 7 കാരണങ്ങൾ ബൈബിൾ പറയുകയാണ്. ബാബിലോൺ അടിമത്തത്തിലേക്ക് ജനം പോകേണ്ടി വന്നതിൻ്റെ 7 കാരണങ്ങൾ ബൈബിൾ പറയുമ്പോൾ അതിലെ 1-ാമത്തെ കാരണം വായിക്കാം. 13-ാമത്തെ വാക്യം. നെബൂഖദ്നേസർ രാജാവിന് വിധേയനായിരുന്നു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്തിരുന്നെങ്കിലും സിദെക്കീയ അവനോട് മത്സരിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിയാതെ അവൻ ഹൃദയം കഠിനമാക്കി ദുശ്ശാഠ്യത്തിൽ തുടർന്നു. ഇതാണ് ഹൃദയകാഠിന്യം, സ്റ്റബേൺനെസ്, ഹൃദയകാഠിന്യം. അതായത് ഒരാൾ ചിന്തിക്കുകയാണ് എനിക്ക് ഒരു കുഴപ്പമില്ല, ഇതിൻ്റെ പേരാണ് ഹൃദയകാഠിന്യം. ബാബിലോൺ അടിമത്തത്തിലേക്ക് ജനം കൂച്ചുവലങ്ങിട്ട് മൂക്ക് കയറിട്ട് വലിച്ചിഴക്കപ്പെട്ടതിൻ്റെ കാരണങ്ങളിലെ ആദ്യത്തെ കാരണം ദുശ്ശാഠ്യം, സ്റ്റബേൺനെസ്. സ്റ്റിഫ് നെക്ഡ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞത്. സ്റ്റിഫ് നെക്ഡ്, മനസ്സിലായോ? അതായത് വഴങ്ങാൻ തയ്യാറാകാത്ത മനുഷ്യർ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ. എനിക്ക് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് അനുദപിക്കേണ്ട ആവശ്യമില്ല, ഞാനെല്ലാം നന്നായിട്ട് ചെയ്ത ഒരാളാണ്, ഞാൻ ജീവിതത്തിൽ തിന്മയൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ ചിന്തിക്കുന്ന ഈ ദുശ്ശാഠ്യം, ഹൃദയം കഠിനമാക്കുന്നതിനെ കുറിച്ച് പിന്നീട് വീണ്ടും വചനം പറയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം എടുക്കുക. നമുക്ക് നിയമാവർത്തനം ഡ്യൂട്രോണമി, ദിനവൃത്താന്തം നിങ്ങൾ കളയരുത്, അല്ല, നിയമാവർത്തനം 29, അവിടേക്ക് തിരിച്ചു വരണം. ഇപ്പോൾ വരേണ്ടത് ഹെബ്രായ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായം. ഹെബ്രായ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യം വായിക്കാം. അല്ലെങ്കിൽ 7-ാമത്തെ വാക്യം വായിക്കാം. ഹെബ്രായർ 3-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് 7. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണകാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പ്രിയ മക്കളെ, ഈ ദേശത്തോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഹൃദയം കഠിനമാക്കരുത്. എനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കരുത്, എനിക്കൊരു പ്രശ്നമില്ല എന്ന് വിചാരിക്കരുത്. ഹൃദയം ഇന്ന് മരുഭൂമിയിലെ പ്രകോപനത്തിൻ്റെ കാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇനി അത് കഴിഞ്ഞിട്ട് 12-ാമത്തെ വാക്യം. എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ, ആ വാക്കാണ് എനിക്ക് വേണ്ടത്, ദുഷ്ടഹൃദയം, ഈവിൾ ഹാർട്ട്, വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി വീണ്ടും പറയുകയാണ് 15-ാമത്തെ വാക്യം, 15, ഹീബ്രൂസ് 3:15. ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിൻ്റെ കാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം ഇതാണ് ഈ സ്റ്റബേൺനെസ്. അതാണ് സിദെക്കീയ ബാബിലോൺ അടിമത്തത്തിലേക്ക് ജനങ്ങളെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നതിന് കാരണമായ ഈ സ്റ്റബേൺനെസ്. ഇത് അടിമത്തങ്ങളിലേക്ക് കുടുംബങ്ങളെ കൊണ്ടുപോകും. വ്യക്തി ജീവിതത്തെയും കുടുംബത്തെയും ബന്ധങ്ങളെയും സമൂഹത്തെയും ഇടവകയും എല്ലാം ഈ ദുശാഠ്യം നശിപ്പിച്ചു കളയും. അപ്പോൾ അതുകൊണ്ട് വചനം പറയുകയാണ്, അങ്ങനെ ആ ദുശാഠ്യത്തിൽ തുടരാൻ പാടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നിയമാവർത്തനം 29 തിരിച്ചു വരിക. നിയമാവർത്തനം 29 പറയുകയാണ്, കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. അങ്ങനെയുള്ളവൻ ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്ന് തന്നെ എന്ന ഭാവത്തിൽ ഞാൻ എങ്ങനെ നടന്നാലും, എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കുമെന്ന് പറഞ്ഞ് തന്നെ അനുഗ്രഹിക്കും. ഈ സ്റ്റബേൺനെസ്സുമായിട്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ജീവിക്കും. അടുത്ത വാക്യം, ജീവിതത്തിലെ ഏത് തെറ്റും, ശ്രദ്ധിക്കാമോ, ജീവിതത്തിൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന മാനവകുലത്തിന് വന്നു ഭവിക്കുന്ന സമസ്താപരാധങ്ങൾക്കും മാപ്പുണ്ട്, പാപമോചനമുണ്ട്, രക്ഷയുണ്ട് എന്ന് പറയുന്ന മതമാണ് ക്രിസ്തീയ മതം, പറയുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. മനുഷ്യൻ്റെ ഏത് തെറ്റിനും മാപ്പുണ്ടെന്നും ഏത് തെറ്റും ക്ഷമിക്കപ്പെടുമെന്നും മഹാപരാധങ്ങൾക്ക് പൊറുതിയുണ്ടെന്നും പറയുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. ആ ബൈബിളിൽ ഒരിടത്ത് പറയുകയാണ്, ദൈവം ക്ഷമിക്കില്ല എന്ന് പറയുകയാണ്. ക്ഷമിക്കില്ല എന്ന് മനസ്സിലാവുന്നുണ്ടോ? അടുത്ത വാക്യം വായിച്ചേ. അടുത്ത വാക്യം എന്നാൽ കർത്താവ് അവനോട് ക്ഷമിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കി, എനിക്കൊരു തെറ്റ്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവനോട് ദൈവം ക്ഷമിക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കി പ്രിയ മക്കളെ, 70, 80, 90, പരമാവധി 100 അല്ലെങ്കിൽ 110. എൻ്റെ വല്യമ്മച്ചി മരിച്ചത് 102 വയസ്സുള്ളപ്പോഴാണ്. അതുകൊണ്ട് 110 വയസ്സ് വരെ പരമാവധി ജീവിക്കാൻ പറ്റും. അത്രയൊന്നും പോകണ്ട. വെറുതെ കുടുംബത്തിന് ഭാരമായിട്ട്, മക്കൾക്ക് ഭാരമായിട്ട് ജീവിക്കാതെ പ്രായമുള്ള ആളുകളൊക്കെ നേരത്തെ കാലത്തെ ദൈവമേ എന്നെ വിളിക്കണേന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നേരത്തെ ദൈവമേ എന്നെ ഒരു 2 മിനിറ്റ് മുമ്പ് നേരത്തെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കണേന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 10, 80, 90, 100 വയസ്സ് നീളുന്ന ഒരായുസ്സിന് ശേഷം ഈ ലോകത്തോട് യേശുവിൻ്റെ സുവിശേഷം പറയുന്നു, മനുഷ്യൻ വിധിക്കപ്പെടും. മനുഷ്യനൊരു വിധിയുണ്ട്.
അതിനെ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഈ സൂപ്പർ സോണിക് വിമാനങ്ങളുടെയും ചാന്ദ്രയാനങ്ങളുടെയും അതിനൂതന സാങ്കേതിക വിദ്യകളുടെയും 5Gയുടെയും AI-യുടെയും ChatGPT-യുടെയും കാലത്ത് മനുഷ്യനോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ജീവിക്കുന്ന മനുഷ്യനോട് ഇതിന് മരണത്തിന് ശേഷം ഒരു വിധിയുണ്ട്, മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല, 2 കൈയും കെട്ടപ്പെട്ട് നിസ്സഹായനായിട്ട് മനുഷ്യൻ ന്യായപീഠത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുന്നൊരു ദിവസമുണ്ട്. അതിനകത്തൊരു വ്യത്യാസവും ഇല്ല. ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ മസിൽ പവറും ഈ കായിക ശക്തിയും ഈ ബുദ്ധിശക്തിയും ഈ അംഗബലവും ആയുധബലവും ഈ സ്വാധീനങ്ങൾക്കൊന്നും നമ്മളെ സഹായിക്കാൻ പറ്റാത്തൊരു സമയമുണ്ട്. മനുഷ്യനൊരു ന്യായവിധി. മനുഷ്യനൊരു ദിവസം ഒരു കാര്യം ഓർക്കേണ്ടത്, ആദ്യം മനുഷ്യന് ബോധമില്ലാത്തത് മനുഷ്യൻ മരിക്കും എന്നുള്ള കാര്യത്തിന്. മനുഷ്യൻ മരിക്കും കേട്ടോ, മനുഷ്യൻ മരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിളിൽ 4 കുഷ്ഠരോഗികളുടെ സംഭവം പറയുന്നത്. 4 കുഷ്ഠരോഗികൾ. ആ 4 കുഷ്ഠരോഗികൾ ജെറുസലേമിൻ്റെ സമരിയായുടെ നഗരകവാടത്തിന് വെളിയിലിരിക്കുകയായിരുന്നു. 4 കുഷ്ഠരോഗികൾ സമരിയായുടെ നഗരകവാടത്തിന് വെളിയിലിരുന്ന 4 കുഷ്ഠരോഗികൾ അവർ പറയുന്ന ആദ്യത്തെ വാചകം ഇതാണ്: നമ്മൾ ഇവിടെ ഇരുന്നാലും മരിക്കും, അവിടെ പോയാലും മരിക്കും. അവർ പറഞ്ഞൊരു വാചകം ഇതാണ്: നമ്മൾ ഇവിടെ ഇരുന്നാലും മരിക്കും, ശത്രുവിൻ്റെ പാളയത്തിൽ കടന്നു ചെന്നാലും മരിക്കും. നല്ലൊരു സുവിശേഷമാണ്. ജീവിതത്തിൻ്റെ നല്ല നട്ടുച്ച കത്തുന്നൊരു യൗവനത്തിൽ എനിക്ക് കിട്ടിയ നല്ലൊരു സുവിശേഷമാണത്. എന്ത് ചെയ്താലും മരിക്കും. TV-യുടെ ചാനൽ മാറ്റിയിരുന്നാലും മരിക്കും, 5 നേരം മൂക്കുമുട്ട തിന്നുകൊണ്ടിരുന്നാലും മരിക്കും, ഇനി 5G ഇൻ്റർനെറ്റ് വെച്ച് കാണാവുന്ന എല്ലാം കണ്ടുകൊണ്ടിരുന്നാലും മരിക്കും, ഇനി വലിയ ബങ്കറുകൾ ഉണ്ടാക്കിയിട്ട് ഭൂമിക്കടിയിൽ ഗുഹയുണ്ടാക്കി അതിനകത്തിരുന്നാലും മരിക്കും. മരിച്ചില്ലേ? മരിച്ച ആളുകളുടെ കഥയൊക്കെ നമുക്കറിയാമല്ലോ. എത്ര റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഒളിച്ചിരുന്നാലും ഒരു ദിവസം മരിക്കും. മനുഷ്യന് മരണമുണ്ട്. ഒരു ദിവസം എല്ലാവരും മരിക്കേണ്ടതാണ്. 4 ഇൻഷുറൻസ് എടുത്താലും മരിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൻ്റെ MD നിങ്ങളുടെ ഫ്രണ്ടാണേലും മരിക്കും. നിങ്ങളുടെ ഫാമിലി ഡോക്ടർ, ലോകത്തെ ഏറ്റവും അഗ്രഗണ്യനായ ഡോക്ടറാണേലും മരിക്കും. മനുഷ്യൻ മരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ ഒരു ദിവസം മരിക്കുമെന്ന് പറ. ഒരു ദിവസം മരിക്കും. പറ ഒരു ദിവസം മരിക്കും. ഞാൻ പറയാത്ത എന്താ? ഒരു ദിവസം മരിക്കും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന് മരണമുണ്ട് എന്ന് മനുഷ്യൻ ഓർക്കുന്നില്ല. ഈ മരണത്തിന് ശേഷം പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ നമ്മൾ വിധിക്കപ്പെടും. ഒരു വചനം വായിക്കണം. 2 കൊരിന്തോസ് 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. 2 Corinthians chapter 5 verse 10. 2 കൊരിന്തോസ് 5-ാം അധ്യായം 10-ാം തിരുവചനം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരേണ്ടവരാണ്. ശരീരത്തിൻ്റെ, അതായത് ശാരീരികതയിൽ ചെയ്ത നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് ഒരിക്കൽ നാം എല്ലാവരും യേശുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരേണ്ടവരാണ്. ഈ സത്യം ആരും മറന്നുപോയി. സഭാപ്രസംഗകൻ്റെ പുസ്തകം, എക്ലസിയാസ്റ്റിക്കസ് ആണെന്ന് തോന്നുന്നു. സഭാപ്രസംഗകൻ്റെ പുസ്തകം 12-ാം അധ്യായം എടുക്കുക. സഭാപ്രസംഗകൻ്റെ പുസ്തകം 12-ാം അധ്യായം. അതിനെ എവിടെ കിട്ടും? സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗകൻ. സങ്കീർത്തനം എങ്ങനെ കിട്ടും? അയ്യോ, ഉൽപ്പത്തി മുതൽ മറിക്കരുത്. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ബൈബിൾ ഒത്ത നടുക്കായിട്ട് അങ്ങോട്ട് മറിച്ചാൽ മതി. ഒത്ത നടുക്ക്. മറ്റേ ആ പേപ്പറൊക്കെ ഒന്ന് ഇങ്ങനെ ഊതിയാൽ മതി ചേച്ചി. ഇങ്ങനെ ഊതിയാൽ ആ 2 പേപ്പറും ഇങ്ങനെ മാറും. ഇങ്ങനെ അതങ്ങനെ. ഓക്കെ. അപ്പോൾ എന്താണ് സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ? ബൈബിളിൻ്റെ ഒത്ത നടുക്ക്. സങ്കീർത്തനം തുറന്നിട്ട് അതിൻ്റെ തൊട്ടടുത്താണ് എന്ത്? സുഭാഷിതങ്ങളുടെ തൊട്ടടുത്താണ് ഈ പറഞ്ഞ കഥാപാത്രം. ആരാണ്? സഭാപ്രസംഗകൻ. അപ്പോൾ സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം എടുക്കുക. 12-ാം അധ്യായം 12-ാം അധ്യായം മരണത്തെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. മരണം വരും ഒരു നാൾ, അതാണ് പറയുന്നത്. അതൊന്ന് വായിക്കാം നമുക്ക്. നല്ല രസമാണത്, വായിക്കാം അല്ലേ? 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സ്രഷ്ടാവിനെ സ്മരിക്കുക. ഇപ്പം ചില ആളുകൾക്കൊരു വിചാരമുണ്ട്, ഞാൻ പ്രായമൊക്കെ ഈ ലോകത്തുള്ള സകല സന്തോഷങ്ങളും സകല തിന്മയും സകല തെറ്റും കന്നത്തരവും എല്ലാം ചെയ്തിട്ട് അവസാനം ഞാൻ അനുഭവിച്ചിട്ട് മരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല. ഈ കൃപയുടെ ഒരു നേരം അവസാനം കിട്ടണമെന്ന് എന്ത് നിർബന്ധമാണുള്ളത്? എന്തെങ്കിലും നിർബന്ധമുണ്ടോ നിനക്കത് കിട്ടുമെന്നുള്ളതിന്? എന്തെങ്കിലും ഉറപ്പുണ്ടോ? അനുതാപം ഇല്ലാതെ മാരകപാപത്തിൽ ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിക്ക് നിത്യനരകമാണ്. നിത്യനരകം എന്ന് പറഞ്ഞാൽ ആ ആത്മാവിന് പിന്നെ മോചനമില്ല. നിങ്ങൾ എന്ത് യുക്തിവാദം പറഞ്ഞാലും, എന്ത് യുക്തിചിന്ത പറഞ്ഞാലും, എന്ത് സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് പറഞ്ഞാലും, മനുഷ്യൻ്റെ ആത്മാവിന് മരണത്തിന് ശേഷം നിത്യത ഉണ്ടാകണമെങ്കിൽ അവൻ യേശുവിനോട് ചേർന്ന് മരിച്ചേ പറ്റൂ.
അല്ലാതെ വേറെ ലോകത്ത് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു വഴിയില്ല. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ഇന്ന് ഇതൊക്കെ മനുഷ്യൻ കേൾക്കുമ്പോൾ പരിഹസിക്കും. ഇന്ന് ഇതെല്ലാം പറയും ഇവർക്ക് സയൻറ്റിഫിക് ടെമ്പർ ഇല്ലാത്തത് കൊണ്ടാണ്, ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്, വായന ഇല്ലാത്തത് കൊണ്ടാണ്, ലോകം കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ്, ഇങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒടുവിൽ ഒരു വിധിയുണ്ടാവും. അപ്പം അതുകൊണ്ട് ഇവിടെ വചനം പറയുകയാണ്, അതായത് ഇതൊക്കെ നേരത്തെ കാലത്തെ കർത്താവിനെ അറിയണം. എത്രയും നേരത്തെ അറിയാമോ അത്രയും നേരത്തെ അറിയണം. അല്ലാതെ ഇനി വയസ്സാം കാലത്ത് 72 വയസ്സായി മൂക്കിൽ കൂടെ പല്ലും കിളിച്ച് തലയും നരച്ച് പിന്നെ മുടിയും കൊഴിഞ്ഞ് പിന്നെ നടക്കാനും വയ്യാതെ ആവുന്ന സമയത്ത് ഞാൻ കർത്താവിനെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. എത്രയും നേരത്തെ ദൈവത്തെ അറിഞ്ഞോണം. ഹല്ലേലൂയ. എത്രയും നേരത്തെ അനുദപിച്ച് കർത്താവിലേക്ക് മടങ്ങി വരണം. അപ്പോൾ ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും അത് ഈ വാർദ്ധക്യത്തെക്കുറിച്ച് പറയുന്നതാണ്. അത് ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ അറിയണം. ഇനി അടുത്ത വാക്യം വായിക്കാം. സൂര്യനും പ്രകാശവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോകും എന്ന് പറഞ്ഞാൽ ഈ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ പറയുകയാണ്. മനുഷ്യൻ CC അടഞ്ഞ് തീരാറാവുന്നതിൻ്റെ ലക്ഷണങ്ങൾ പറയുകയാണ്. മനസ്സിലായല്ലോ? അതായത് ഈ പരിപാടി തീരാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ പറയും. ലക്ഷണം എന്താണ്? സൂര്യനും ചന്ദ്രനും ഈ ആചന്ദ്രതാരങ്ങളെല്ലാം ഇല്ലാതാവും. നക്ഷത്രജാലങ്ങൾ സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണിന് കാഴ്ച പറയുമെന്ന്. ഒന്നും കണ്ണി പിടിക്കുന്നില്ല അല്ലേ? ഇപ്പോഴേ വെള്ളെഴുത്തായി. മനസ്സിലായി? നാണക്കേട് കൊണ്ട് കണ്ണാടി വെക്കാത്തതാണ്. അതായത് കണ്ണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഉദ്ദേശം വെച്ച് വായിച്ചു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതായത് ഇപ്പോൾ ആയി വയസ്സ് 40 28 കഴിഞ്ഞപ്പോഴേ എന്ത് സംഭവിച്ചു? ഇത് കണ്ണ് കാണാതായി. അപ്പോൾ അതാണ് അവസ്ഥ. അത് ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെ ഒക്കെ മറഞ്ഞു പോകും. വൃഷ്ടി കഴിഞ്ഞ് മറഞ്ഞ മേഘങ്ങൾ വീണ്ടും വരും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇരുട്ടാണ്. മേഘം വീണ്ടും വരുമെന്ന് പറഞ്ഞാൽ സർവത്ര ഇരുട്ടാണ്. മനസ്സിലായോ? വലിയ 1500 വാട്ട്സിൻ്റെ ബൾബിട്ടാലും പറയും മുറിയിലെങ്ങും വെട്ടം ഇല്ലല്ലോടി എന്ന് പറയും. കാരണം അത് മൊത്തം ഇരുട്ടാണ്, കണ്ണിൽ ഇരുട്ടാണ്. അടുത്ത വാക്യം വായിക്കാം. വീട്ടുകാവൽക്കാർ സംഭ്രമിക്കുകയും എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടുകാവൽക്കാരെന്ന് പറഞ്ഞാൽ ആരാ? വീട്ടുകാവൽക്കാരെന്ന് പറഞ്ഞാൽ ആരാ? ഒരു കണ്ണുകളാണത്. ഒരു മനുഷ്യൻ്റെ കണ്ണുകളാണത്. അത് കാവൽ നിൽക്കുന്ന അതാണ്, കണ്ണുകളാണ് അല്ലേ? പ്രധാനമന്ത്രിയുടെയൊക്കെ അടുത്ത് നിൽക്കുന്ന ഈ ആളുകളുണ്ടല്ലോ, അവരുടെ പേരെന്നാണോ? SPG. അപ്പോൾ അവരെന്ത് ചെയ്യും? സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. അവരെന്ത് ചെയ്യും? അവരിങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരിങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ പലരും നിൽക്കുന്നത്. അവർ സ്റ്റൈൽ മന്മാർ നിൽക്കുന്ന അല്ലത്. എന്തെന്നറിയാം? ഇവരുടെ കണ്ണെങ്ങോട്ടാണ് പോകുന്നതെന്ന് അവിടെ നിൽക്കുന്ന ആയുധധാരി അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ആക്രമിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ലൊക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇവരവരെ നോക്കുന്നുണ്ടോ എന്ന് അവർക്ക് സംശയം തോന്നാതിരിക്കാണ് ഇവർ കണ്ണാടി വെക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ വലിയ VVIPകളുടെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ അങ്ങനെ എല്ലാവരെയും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവരിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ സർവത്ര പേരെയും സകലരെയും ഇങ്ങനെ നോക്കുന്നുണ്ട് അവർ. അപ്പോൾ അത് കാവലാണ്, കാവൽ. വീട്ടുകാവൽക്കാർ എന്ത് ചെയ്യും? സംഭ്രമിക്കുകയും ശക്തന്മാർ കൂനിപ്പോവുകയും. ശക്തൻ എന്ന് പറഞ്ഞാൽ നട്ടലിലാണ്. നട്ടല് കൂനും. നടുവേദന, നട്ടൽ വേദന, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാൻ തുടങ്ങും. പ്രായമാകുന്നതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ശക്തന്മാർ കൂനിപ്പോവുകയും അരയ്ക്കുന്നവർ ആൾ കുറവായതിനാൽ വിരമിക്കുകയും. ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റും. അരയ്ക്കുന്ന ടീം ആള് കുറയും. പല്ല് കൊഴിയും തന്നെ അർത്ഥം. പല്ല് കൊഴിയും, ആള് കൊഴിയും, ചവയ്ക്കാൻ പറ്റുന്നില്ല. മറ്റേത് എൻ്റെ കടലപ്പിണ്ണാക്ക് കടിച്ചു പൊട്ടിച്ചുകൊണ്ടിരുന്നവനാണ്. ഇപ്പം എന്താണ്? ഇപ്പം ഒന്നും പറ്റുന്നില്ല. ഇപ്പം ഐസ്ക്രീം കൊടുത്താലും പറ്റുന്നില്ല അങ്ങോട്ട്. അപ്പോൾ അതാണ് അരയ്ക്കുന്നവർ ആൾ കുറവായതിനാൽ എന്ത് ചെയ്യുന്നു? വിരമിക്കുകയും. കിളിവാതിലിലൂടെ നോക്കുന്നവർ അന്ധതയാണ്. തെരുവിലെ കിളിവാതിൽ എന്ന് പറഞ്ഞാൽ സെൻസസ് ആണ് കേട്ടോ. ഇന്ദ്രിയങ്ങളെല്ലാം വീക്കാവും. അതാണ് പുറം ലോകത്തിലേക്ക് തുറന്നിരിക്കുന്ന മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ. കിളിവാതിലുകൾ അടഞ്ഞു പോവുകയും ചെയ്യും. തെരുവിലെ വാതിലുകൾ അടയ്ക്കപ്പെടും. മാവ് പൊടിക്കുന്ന ശബ്ദം മന്ദീഭവിക്കും. അതെന്താണെന്നറിയാം? ഈ പൊടിച്ചിലൊക്കെ നടക്കുന്ന എവിടെ? അകത്ത്. അതകത്താ ഈ ദഹനം. മനസ്സിലായല്ലോ? അപ്പോൾ ആ പ്രോസസ്സെല്ലാം എന്ത് ചെയ്യും? ഒന്ന് കഴിച്ചാലൊന്നും ദഹിക്കത്തില്ല. അകത്തുള്ള പ്രോസസ്സെല്ലാം ആന്തരിക അവയവങ്ങളൊക്കെ വീക്കാവാൻ തുടങ്ങും. മാവ് പൊടിക്കുന്ന ശബ്ദം മന്ദീഭവിക്കും. പക്ഷിയുടെ ശബ്ദം കേട്ട് മനുഷ്യൻ ഉണർന്നു പോകും എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ശബ്ദം മതി, അപ്പോഴേ രാവിലെ എഴുന്നേക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വല്യമ്മച്ചി രാവിലെ എഴുന്നേറ്റ് വെളുപ്പാങ്കാലത്ത് 3 മണിക്കോ 3:30ക്കൊക്കെ എഴുന്നേറ്റ് അത് രാവിലെ തിരുസന്നിധി അണയു അങ്ങനെ പാടി. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര പണക്കമാണിത്. എന്താണെന്നറിയോ? നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ, ഞാൻ ചെറിയ കുട്ടിയാണെന്ന്, അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ നന്നായിട്ടൊന്ന് ഉറങ്ങുന്ന സമയമാണ് ഈ വെളുപ്പാങ്കാലത്ത്. അന്നേരമാണ് അമ്മച്ചി അത് രാവിലെ തലയിലൊരു കീറ്റത്തോർത്തൊക്കെ ഇട്ടിട്ട് അത് രാവിലെ. അപ്പം ഞാൻ അമ്മച്ചിയെ തോണ്ടിയിട്ട് പറയും, അമ്മച്ചി അത് രാവിലെ ആയില്ല അമ്മച്ചി, അമ്മച്ചിക്ക് മാത്രമേ രാവിലെ ആയിട്ടുള്ളൂ, വേറെ ആർക്കും ആയിട്ടില്ല. അപ്പോൾ എന്ന് അതുപോലെ തന്നെ മനമേ പക്ഷിഗണ അമ്മച്ചി പാടും. അപ്പം ഞാൻ പറയാം, അമ്മച്ചി പക്ഷിഗണങ്ങളൊന്നും ഉണർന്നിട്ടില്ല, അമ്മച്ചി മാത്രമേ ഉണർന്നിട്ടുള്ളൂ, വേറെ ആരും ഉണർന്നിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ അമ്മച്ചിയെ ഞാൻ കളിയാക്കുമല്ലോ. പാവം അമ്മച്ചി മരിച്ചുപോയി. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട്
ആ അമ്മച്ചി നമ്മൾ അമ്മച്ചിക്ക് ദൈവമേ സ്വർഗത്തിൽ കൊണ്ടുപോകണം അമ്മച്ചി. അപ്പോൾ ഇവിടെ നോക്കിയേ, എൻ്റെ അമ്മച്ചി സ്വർഗത്തിലാട്ടോ, പാവം. എപ്പോഴും പ്രാർത്ഥനയായിരുന്നു, എപ്പോഴും പ്രാർത്ഥന, ബൈബിള് വായന, പ്രാർത്ഥന, ഇത് തന്നെയായിരുന്നു. അതാണ് എൻ്റെ തലയിൽ വന്ന് വീണേക്കുന്നത്, എപ്പോഴും പ്രാർത്ഥന. ഹല്ലേലൂയ. അപ്പോൾ ഏതായാലും ഞാൻ പോട്ടെ, അമ്മച്ചിക്കായി സ്തോത്രം. ഇനി അടുത്ത ഞാൻ പറയാൻ വന്നത്, ചെറിയ ശബ്ദം കേട്ടാൽ മതി എഴുന്നേക്കും. ചെറിയ ശബ്ദം കേട്ടാൽ മതി. മനസ്സിലായോ? അതാണ് പറയുന്നത്, പക്ഷിയുടെ ശബ്ദം കേട്ട് മനുഷ്യൻ ഉണർന്നു. ഇതിനെ വെറും ചെറുതായിട്ടൊരു ശബ്ദം കേട്ടാൽ മതി, അപ്പുറത്തൂടെ കണ്ണൂരുകൂടെ ഒരു ട്രെയിൻ പോയാൽ മതി, കോഴിക്കോടുള്ള അമ്മച്ചി എഴുന്നേക്കും. അത്രയ്ക്ക് സെൻസിറ്റീവാണ്. അപ്പോൾ അതാണ്, പക്ഷിയുടെ ശബ്ദം കേട്ട് മനുഷ്യൻ ഉണർന്നു പോകും. ഗായികമാരുടെ ശബ്ദം താഴും എന്ന് പറഞ്ഞാൽ, ശബ്ദം നല്ല ശബ്ദമായിരുന്നു, പക്ഷെ ഇപ്പോൾ ശബ്ദമൊക്കെ ഇടറി തുടങ്ങി, ശബ്ദത്തിന് വെള്ളി വീണ് തുടങ്ങി, ശബ്ദം വീക്കാവാൻ തുടങ്ങി. അതാണ് ഗായികമാരുടെ ശബ്ദം താഴും. ഉയർന്നു നിൽക്കുന്നതും വഴിയിൽ കാണുന്നതുമെല്ലാം അവർക്ക് ഭീതിജനകമാകും. അതെന്നാടി അവിടെ, അതാരാടി അവിടെ നിൽക്കുന്നത്, ആരാടാ ഇങ്ങോട്ട് വരുന്നത്, അമ്മച്ചി അപ്പച്ച അവിടെ ആരുമില്ല, ഇല്ല ആരോ ഉണ്ടോ, അത് വാഴയാണ് അപ്പച്ച, വാഴയല്ല അതൊരു രാക്ഷസൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറിയ കാര്യങ്ങൾ കണ്ടാൽ തന്നെ പേടിച്ചു പോകും. ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എല്ലാം അസ്വസ്ഥതയാണ്. അപ്പോൾ അതാണ് അവസ്ഥ. അടുത്തത്, ബദാം വൃക്ഷം തളിർക്കും എന്ന് പറഞ്ഞാൽ തല നരയ്ക്കുമെന്നാണ്. ബദാം വൃക്ഷം തളിർക്കും, പച്ചക്കുതിര ഇഴയും എന്ന് പറഞ്ഞാൽ വളരെ വെപ്രാളത്തിൽ ചാടി നടന്നുകൊണ്ടിരുന്നവർ ഇപ്പോൾ വെച്ച് ഇഴഞ്ഞു നടക്കുന്ന പരുവത്തിലാവും. പച്ചക്കുതിര ഇഴയും. അടുത്തത്, ആശ അറ്റുപോകും, മനുഷ്യൻ തൻ്റെ നിത്യഭവനത്തിലേക്ക് പോവുകയും വിലപിക്കുന്നവർ തെരുവീഥികളിലൂടെ അതാണ് വിലാപയാത്ര. ആംബുലൻസെ കൊണ്ടുപോകുന്ന പരിപാടിയിലാണ് പറയുന്നത്. മനസ്സിലായല്ലോ? നിത്യഭവനത്തിലേക്ക് പോവുകയും മനുഷ്യൻ എന്തു ചെയ്യും, വിലപിക്കുന്നവർ തെരുവീഥികളിലൂടെ നീങ്ങുകയും ചെയ്യും. വെള്ളിച്ചരട് പൊട്ടും, അതൊക്കെ അകത്ത് സംഭവിക്കുന്നതാണ്. കനകപാത്രങ്ങൾ തകരും, അരുവിയിൽ വെച്ച് കുടമുടയും. അത് മരണത്തിൻ്റെ സിമ്പലാണ്, കുടമുടയുക. അരുവിയിൽ വെച്ച് കുടമുടയും, നീർത്തൊട്ടിയുടെ ചക്രം തകരും, ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും. ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. സഭാപ്രസംഗകൻ പറയുന്നു, മിഥ്യകളിൽ മിഥ്യ, സമസ്തവും മിഥ്യ. ഇത്രയും പറഞ്ഞിട്ട് ഇതിൻ്റെ അവസാനം വരുമ്പോൾ പറയുകയാണ്, 13-ാമത്തെ വാക്യം, പരിസമാപ്തി ഇതാണ്. അതൊക്കെ വായിച്ചേ, പരിസമാപ്തി ഇതാണ്. വായിക്ക്, എല്ലാം കേട്ടുകഴിഞ്ഞത് തന്നെ, ദൈവഭയമുള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക, മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും ഇത് തന്നെ. നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും. നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമക്കളെ, അതുകൊണ്ട് മനുഷ്യന് മരണമുണ്ട്, മരണത്തിന് ശേഷം വിധിയുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തെ ഒരു വിധി കാത്തിരിപ്പുണ്ട്. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശുവിലേക്ക് തിരിച്ചു വന്ന് തനിക്ക് കുറവുണ്ടെങ്കിൽ അതൊരു മനുഷ്യൻ അംഗീകരിക്കേണ്ടതുണ്ട്. ഇനി നിയമാവർത്തനത്തിലേക്ക് തിരിച്ചു വരാം. നിയമാവർത്തനം 29:18, കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. അങ്ങനെയുള്ളവൻ, ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ, കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കുമെന്ന് പറഞ്ഞ് തന്നെ അനുഗ്രഹിക്കും. ഉറക്കെ വായിച്ചേ, എന്നാൽ കർത്താവ് അവനോട്, നിയമാവർത്തനം 29 പറയുകയാണ്, വാക്യം 20, എന്നാൽ കർത്താവ് അവനോട് ക്ഷമിക്കുകയില്ല, കർത്താവിൻ്റെ കോപവും അസൂയയും അവനെതിരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവൻ്റെ മേൽ പതിക്കും. കർത്താവ് ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അവൻ്റെ നാമം തുടച്ചു മാറ്റും. അതുകൊണ്ട് ഒരു വ്യക്തിയും ചിന്തിക്കരുത്, ഞാൻ പെർഫെക്റ്റ് ആണ്, എനിക്ക് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് പാപമില്ല, ഞാൻ നല്ലവനാണ് എന്ന് ചിന്തിക്കരുത്. അങ്ങനെ നല്ലവൻ ഇല്ല എന്ന് പറയുന്ന പുസ്തകമാണ് ബൈബിൾ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. റോമാലേഖനത്തിൻ്റെ 3-ാം അധ്യായം എടുക്കുക. റോമാലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായം. അവിടെ വചനം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ, സന്ദേഹത്തിന് സാധ്യതയില്ലാതെ ഒരു സത്യം പ്രഖ്യാപിക്കുന്നു. റോമാലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. റോമാലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 3:10 ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലും. എല്ലാവരും ഒന്നടങ്കം വഴിതെറ്റിപ്പോയി, ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് പോയി. നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പം അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യണം? മനുഷ്യൻ അവൻ്റെ തെറ്റുകളെക്കുറിച്ച് അനുതപിക്കണം. അപ്പോൾ ഇത് നിയമാവർത്തനത്തിൽ നമ്മൾ വായിച്ചു, നമ്മൾ അങ്ങനെ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ മനുഷ്യൻ പാപത്തിൽ ജീവിക്കരുത്, തെറ്റ് ചെയ്യരുത്, അക്രമത്തിലും കൊലപാതകത്തിലും ചതിയിലും വഞ്ചനയിലും? അതായത് ചില മനുഷ്യരുണ്ടെന്നറിയാം, എന്ത് ചതി ചെയ്താലും എന്ത് മനുഷ്യനെ വഞ്ചിച്ചാലും ഒരു മനസാക്ഷിക്കുത്തും ഇല്ലാതെ പള്ളിയിൽ നിന്ന് കുർബാനയിലും പങ്കെടുത്ത് കുർബാനയെ സ്വീകരിച്ച് കുമ്പസാരിക്കാതെ കുർബാനയെ സ്വീകരിച്ച് പോകുന്ന ആളുകളുണ്ട്. മനസാക്ഷിക്കത്ത് പാപബോധം എന്നൊരു സാധനം 7 അയലത്ത് പോലും വന്നിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഒരു മനുഷ്യനോട് പിണങ്ങിയിരുന്നിട്ട് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കൂദാശയിൽ നാവ് നീട്ടാൻ പറ്റുന്നത്? എങ്ങനെയാണത് പറ്റുന്നത്? അത് പരിശുദ്ധാത്മാവുള്ള ഒരാൾക്ക് പറ്റുമോ? അത് ഒരാളോട് 5 കൊല്ലം 10 കൊല്ലമായിട്ട് പിണങ്ങിയിരിക്കുകയാണ്, വൈരാഗ്യത്തിലാണ്, വെറുപ്പിലാണ്, അയാളെ ദ്രോഹിക്കാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തിട്ട് ഒരു മനസാക്ഷിക്കുത്തും ഇല്ലാതെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഭർത്താവിനെ പീഡിപ്പിച്ചിട്ട് ഭാര്യയെ പീഡിപ്പിച്ചിട്ട് എങ്ങനെയാണ് പോയി ഭക്തരായിട്ട് നിൽക്കാൻ പറ്റുന്നത്? പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് പള്ളി പോയത് കൊണ്ടെല്ലാം നല്ലതാവുമെന്ന് ആരും ചിന്തിക്കരുത്. പള്ളിയിൽ പോയി നിന്നതുകൊണ്ട്, കൺവെൻഷന് വന്നതുകൊണ്ടൊക്കെ എല്ലാം നല്ലതാവുമെന്ന് ആരും വിചാരിക്കരുത്. മറിച്ച് കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ജീവിതത്തിലെ തെറ്റുകളെ തിരിച്ചറിയുകയും അത് അംഗീകരിക്കുകയും തിരുത്തുകയും ചെയ്യണം. ജെറമിയ പ്രവചനത്തിൻ്റെ 7-ാം അധ്യായം എടുക്കാം. 7-ാം അധ്യായം, ജെറമിയ പ്രവചനം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഉറക്കം വായിക്കാം. ജെറമിയ പ്രവചനം 7-ാം അധ്യായം 1 മുതൽ. ജെറമായ ചാപ്റ്റർ 7 വായിക്കാം. ജെറമിയ 1:7 മുതൽ. കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, നീ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക, കർത്താവിനെ ആരാധിക്കാൻ ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന യൂദാ നിവാസികളെ കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ, എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം എന്ന പൊള്ള വാക്കുകളിൽ ആശ്രയിക്കരുത്. മനസ്സിലായോ? ഞാൻ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഞാൻ ആ സംഘടനയിൽ, ഈ സംഘടനയിൽ, ആ ഗ്രൂപ്പിൽ, ആ മിനിസ്ട്രിയിൽ, ആ കൂട്ടായ്മയിൽ, ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണ് എന്നതിൽ നിങ്ങൾ സന്തോഷിക്കണ്ട, കർത്താവ് പറയാണ്. മറിച്ച് മാനസാന്തരപ്പെടുവിൻ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ പറയുകയാണ്, കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ വാക്യം 5 വായിക്കാം. നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ, ഉറക്കെ വായിക്കുക, അയൽക്കാരനോട് യഥാർത്ഥമായി നീതി പുലർത്തിയാൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും ചൂഷണം ചെയ്യാതെയും അവരുടെ നിഷ്കളങ്ക രക്തം ചിന്താതെയും ഇരുന്നാൽ, നിങ്ങളുടെ തന്നെ നാശത്തിന് അന്യദേവന്മാരുടെ പുറകെ പോകാതിരുന്നാൽ, ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് എന്നേക്കും വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. അതായത് അയൽക്കാരനോട് ദ്രോഹം ചെയ്യാതിരുന്നാൽ, അനാഥനോടും വിധവയോടും പരദേശിയോടും അക്രമം കാണിക്കാതിരുന്നാൽ, നിഷ്കളങ്ക രക്തം ചിന്താതിരുന്നാൽ. മനസ്സിലായോ? അബോർഷൻ ചെയ്യാൻ ഒരു മടിയില്ല, അബോർഷൻ ചെയ്യാൻ ഒരു മടിയില്ല. നിഷ്കളങ്ക രക്തം ചിന്താതിരുന്നാൽ, കർത്താവ് പറയാണ്, ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്ത്. മാത്രമല്ല, അന്യദേവന്മാരുടെ പുറകെ പോകാതിരുന്നാൽ, മന്ത്രവാദത്തിന്, ആഭിചാരത്തിന്, ക്ഷുദ്രത്തിന്, അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്ന വിശ്വാസികൾ ഒരുപാടുണ്ട്, ഒരുപാട്. കോഴിക്കോടെ അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന ചില ജില്ലകളിൽ വലിയ മന്ത്രവാദത്തിന് പോകുന്ന വലിയ വിശ്വാസികളുണ്ട്. പള്ളി വരുന്ന ഭക്തനാണ്, പക്ഷേ മന്ത്രവാദമാണ്. വലിയ അറിയപ്പെടുന്ന, യൂട്യൂബിലൊക്കെ വലിയ അറിയപ്പെടുന്ന ചില ആളുകളുണ്ട്. എനിക്കറിയാം, എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ കോളേജിലുണ്ടായിരുന്നുകൊണ്ട് കുറച്ച് സംഭവങ്ങൾ എനിക്കറിയാം. അതായത് വലിയ ആളുകൾ നമ്മൾ വിചാരിക്കും ഇവർ വലിയ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കൊടിയടയാളം ധരിച്ചവരും വിശ്വാസത്തിൻ്റെ പ്രവാചകന്മാരും ഒക്കെയാണെന്ന്. കൊടിയ അന്ധവിശ്വാസികളും മന്ത്രവാദികളുമാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന ആളുകളുണ്ട്. അതാ ഞാൻ പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് അതൊക്കെ പോയിട്ട് പള്ളി വരുന്നതുകൊണ്ട് എല്ലാം തീരുമെന്നാണ് ഓർക്കുന്നത്. വചനം പറയുകയാണ്. അടുത്ത വാക്യം 8 വായിക്ക്. ഇതാ, പൊള്ള വാക്കുകളിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്, അത് വ്യർത്ഥമാണ്. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും, വായിക്ക്, കള്ളസാക്ഷി പറയുകയും ബാലിന് ധൂപമർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ പിഞ്ചൊല്ലുകയും ചെയ്യുന്നു. ഇതെല്ലാം ചെയ്തിട്ട് വായിച്ചേ, എൻ്റെ നാമത്തിലുള്ള ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് ഞങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നുവോ? നോക്കി, ഇനി സംശയമൊന്നുമില്ലല്ലോ. ഇതെല്ലാം ചെയ്തിട്ട് പള്ളി വന്ന് നിന്ന് ഞങ്ങൾ സേഫാണെന്ന് പറയുന്നുവോ? പൊള്ള വാക്കുകളിൽ ആശ്രയിക്കരുത്, ഇത്തരം തെറ്റായ ബോധ്യങ്ങളിൽ നിൽക്കരുത്. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം.
അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അതാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് എനിക്ക് തെറ്റില്ല, പാപമില്ല എന്ന് ആരും പറയരുത്. പറഞ്ഞേ ഹല്ലേലൂയ. പാപത്തിന് അനന്തര ഫലമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 10-ാം തിരുവചനം. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. പ്രഭാഷകൻ 27:10 വായിക്കാം. പ്രഭാഷകൻ 27:10. സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു, പാപം പാപിയെ കാത്തിരിക്കുന്നു. ഇനി എന്നെ ഒന്ന് ശാന്തമായിട്ട് ശ്രദ്ധിച്ചേ. നിങ്ങൾ വിചാരിക്കുക എന്തിനാണ് ദൈവം മനുഷ്യന് ബലഹീനതയില്ലേ? ഉണ്ട്. ഈ പറയുന്ന അച്ഛന് ബലഹീനതയില്ലേ? ഉണ്ട്. മനുഷ്യന് തെറ്റ് വരില്ലേ? ഉണ്ട്. ഏറ്റവും വലിയ പുണ്യാളന് പോലും പാപമില്ലേ? ഉണ്ട്. ഉണ്ടാവും. മാനുഷിക ബലഹീനതകളില്ലേ? ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ബർണദീത്ത പുണ്യവതിയോട് ഈശോ പറഞ്ഞു, പാപം ചെയ്യുന്നവനല്ല, പാപം ചെയ്തു പോയവനല്ല പാപി, പാപത്തെ സ്നേഹിച്ചവനാണ് പാപി. ആരാണ് പാപി? പാപം ചെയ്തു പോയവനല്ല പാപി, പാപത്തെ സ്നേഹിക്കുന്നവനാണ്. അതായത് പാപത്തെ വെറുക്കണം. ഒരു വിശ്വാസിയുടെ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ ഇഷ്ടമില്ല. പാപത്തിൽ ചിലപ്പോൾ ബലഹീനത കൊണ്ട് വീണു പോവാം. കോപിക്കുകയോ ദേഷ്യം വരികയോ ചിലപ്പോൾ വൈരാഗ്യം തോന്നുകയോ അസൂയ തോന്നുകയോ മോഹം തോന്നുകയോ ആസക്തി തോന്നുകയോ ഒക്കെ ചെയ്യാം. എന്നാൽ ഒരു വ്യക്തി അത് പാപമാണ് എന്ന് അംഗീകരിക്കണം. അല്ലാതെ അത് പാപമല്ല, അത് കുഴപ്പമില്ല, അത് മനുഷ്യ സഹജം എന്ന് പറഞ്ഞിട്ട് പാപത്തെ ഒരിക്കലും ന്യായീകരിക്കരുത്. ഒരിക്കലും പാപത്തെ വെള്ളം ചേർത്ത് കാണരുത്. അത് പാപമാണ്. അപ്പോൾ എനിക്ക് സംഭവിച്ചാലും നിനക്ക് സംഭവിച്ചാലും അത് പാപമാണ്, അത് അംഗീകരിക്കണം. അതാണ് ഒരു ഭക്തൻ്റെ ഒന്നാമത്തെ ലക്ഷണം. അതാണ് തെറ്റ് സംഭവിച്ചാൽ അത് തെറ്റാണെന്ന് സമ്മതിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിളിൽ ദാവീദിനെ ദൈവം സ്വീകാര്യനായി കണ്ടതിന് നിങ്ങൾ മനസ്സിലാക്കണം, ഒറ്റ ദിവസം ഒരു ഉച്ച കഴിഞ്ഞ് ബൈബിളിലെ ഏതാണ്ട് 4 കൽപ്പനകൾ ഒരുമിച്ച് തെറ്റിച്ച ആളാണ് ദാവീദ്. അങ്ങനെയുള്ള മനുഷ്യനെ പുതിയ നിയമത്തിൽ എസ്തപ്പാനോസ് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയും, ദൈവത്തിന് ഇണങ്ങിയവൻ, ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ. ആ ദാവീദിൻ്റെ പുത്രനായിട്ടാണ് നസ്രായനായ യേശു ജനിക്കുന്നത്. ആ ദാവീദിനെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനെന്ന് ദൈവം കണ്ടതിന് ദാവീദിന് തെറ്റ് വരാത്തത് കൊണ്ടല്ല, മറിച്ച് ജീവിതത്തിൽ ഓരോ തെറ്റ് സംഭവിക്കുമ്പോഴും ആ മനുഷ്യൻ ചങ്ക് തകർന്ന് കരയുകയും ദൈവസന്നിധിയിൽ അനുതപിക്കുകയും ചെയ്ത് ആ പാപം തിരുത്താൻ പരിശ്രമിച്ചു എന്നുള്ളതാണ് ദാവീദിൻ്റെ പ്രത്യേകത. അതാണ് ബൈബിളിലെ ഓരോ ദൈവമനുഷ്യൻ്റെ. യാക്കോബ് തെറ്റ് സംഭവിച്ചു, സഹോദരനെ വഞ്ചിച്ചൊളിച്ചോടിയ ആളാണ്, അമ്മായിപ്പനെ വഞ്ചിച്ച ആളാണ്, അമ്മായിപ്പനോട് ചതി പ്രവർത്തിച്ച ആളാണ്. പക്ഷെ ആ മനുഷ്യന് ഒരു ദൈവാനുഭവത്തിൻ്റെ പെനുവേലിൽ നിൽക്കുന്ന സമയത്ത് യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് രാത്രി മുഴുവൻ തന്നോട് മല്ലടിക്കുന്ന ദൈവദൂതനുമായി പ്രാർത്ഥനയിൽ പോരാടി പിറ്റേ വെളുപ്പാങ്കാലത്ത് ഏസാവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഏസാവിനോട് മാപ്പ് ചോദിച്ച് രമ്യപ്പെട്ട് ജീവിതത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ട് 20 കൊല്ലം ചെയ്തു കൂട്ടിയ മഹാപരാധങ്ങൾക്ക് മാപ്പ് ചോദിച്ച് ഒടുവിൽ ഈ മനുഷ്യൻ മരിക്കുമ്പോൾ ബൈബിൾ പറയുന്നത് തൻ്റെ വടിയൂന്നി നിന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് അയാൾ തൻ്റെ പരലോകത്തിലേക്ക് മടങ്ങിപ്പോകുന്നത്. വടിയൂന്നി നിന്ന് ദൈവത്തെ ആരാധിച്ച് എന്ന് പറഞ്ഞാൽ മനുഷ്യന്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബൈബിളിൽ 2 തരത്തിലുള്ള കഥാപാത്രങ്ങളുണ്ട്. ഒന്ന്, വളരെ നല്ലതായി ആരംഭിച്ചവർ, വളരെ മോശപ്പെട്ട് അവസാനിച്ചവർ. അവർ വളരെ നന്നായിട്ട് തുടങ്ങിയവരാണ്. ഉദാഹരണത്തിന് സോളമൻ വളരെ നന്നായിട്ട് തുടങ്ങിയ ആളാണ്, പക്ഷെ അവസാനിച്ചത് വളരെ മോശമായിട്ടാണ്. എന്നാൽ ബൈബിളിൽ വളരെ മോശമായിട്ട് തുടങ്ങിയ ആളുകളുണ്ട്, പക്ഷെ അവർ നന്നായി ഈ ഓട്ടം പൂർത്തിയാക്കി. അങ്ങനെ ഒരാളുടെ പേരാണ് ദാവീദ്, അങ്ങനെ ഒരാളുടെ പേരാണ് യാക്കോബ്, അങ്ങനെ ഒരാളുടെ പേരാണ് മോശ. ഒരുത്തനെ കൊന്നിട്ടാണ് വിളിച്ചു കൊടുത്തത് ചെറുപ്പത്തിൽ. എന്നാൽ ഒടുവിൽ അയാൾ മരിക്കുമ്പോൾ മോശയെപ്പോലെ മറ്റൊരു പ്രവാചകനെ ഇസ്രായേൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ അയാളുടെ മരണത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് മോശമായിട്ട് തുടങ്ങാം. ആരംഭിച്ചപ്പോൾ മോശമായിരുന്നു, ജീവിതത്തിൽ തെറ്റുകൾ ഒത്തിരി വന്നിട്ടുണ്ട്. പാപത്തിൻ്റെ കഥന വഴികളിലൂടെ, കങ്കാള വഴികളിലൂടെ, ചീഞ്ഞളിഞ്ഞ മാലിന്യ കൂമ്പാരങ്ങളിലൂടെ നടന്ന ജീവിതമാകാം. പാപത്തിൻ്റെ ഈ ചെളിക്കകത്തായിരിക്കും ചിലപ്പോൾ മുങ്ങിക്കിടന്നത്. യേശു വിളിക്കുകയാണ്, ഒരു മടങ്ങി വരവിന് സുവിശേഷം വിളിക്കുകയാണ്. നമുക്ക് തെറ്റുതിരുത്താൻ ഇതാ ദൈവം ഒരു ഓഫറുമായി വരികയാണ്. വചനം പറയുന്നുണ്ട്, യെശയ്യാ പറയുന്നുണ്ട്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപങ്ങൾ കടുംചുമപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കാൻ, കമ്പിളി പോലെ വെണ്മയുള്ളതാക്കാമെന്ന് പറഞ്ഞ് നമ്മെ തേടി വരുന്ന ആ ദൈവം, അനുരഞ്ജനത്തിന്, മാനസാന്തരത്തിന് വിളിക്കുന്ന ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ട് പാപത്തിന് എന്താണ് പ്രശ്നം എന്നറിയാമോ? നമ്മൾ ഈ പാപം ഉപേക്ഷിക്കണമെന്ന് ബൈബിൾ പറയുന്നതിൻ്റെ കാരണം, പാപം നമ്മുടെ ജീവിതത്തെ ദുഃഖം നിറഞ്ഞതാക്കി മാറ്റും. അത് ഈ ലോകദൈവത്തിൽ മാത്രമല്ല, മറിച്ച് പാപം, നമ്മൾ റോമാലേഖനത്തിൻ്റെ 6-ാം അധ്യായം എടുക്കുക. റോമാലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ
ഈ പാപം അത് ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ പാപം ദുരിതം ഉണ്ടാക്കും, ദുരിതം. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ്, നമ്മൾ പാപം ചെയ്താൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഈ റോമാലേഖനം 6 അധ്യായം 22 വാക്യം, എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേതനം മരണമാണ്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഇനി റോമാലേഖനത്തിൻ്റെ 2 അധ്യായത്തിൻ്റെ 10 വാക്യം, റോമാലേഖനത്തിൻ്റെ 2 അധ്യായത്തിൻ്റെ 10 വാക്യം, തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നീട് ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ഉണ്ടാകും. ഇതാണ് ഈ പാപത്തിൻ്റെ പ്രശ്നം. തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നീട് ഗ്രീക്കുകാരനും എന്തുണ്ടാവും? ക്ലേശവും ദുരിതവും ഉണ്ടാകും. സുഭാഷിതങ്ങളുടെ പുസ്തകം 13 അധ്യായം 21 തിരുവചനം. നിങ്ങൾ ഈ വചനമൊക്കെ എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ടോ? ബുക്കും കൊണ്ടിരുത്തില്ല. ഉണ്ടോ? എന്നെ ഒന്ന് കാണിച്ചേ, ബുക്കുള്ളവരൊക്കെ ഒന്ന് കാണിച്ചേ. അയ്യോ, എനിക്ക് സന്തോഷമായി. ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ എഴുതുന്നുണ്ടോ? ഇന്നെന്തോരം വചനം പറഞ്ഞ് ഞാൻ എഴുതുന്നുണ്ടോ? അപ്പോൾ എഴുതി. സുഭാഷിതങ്ങൾ 13 അധ്യായം 21 തിരുവചനം. പാപികളെ സുഭാഷിതങ്ങൾ പ്രോവേർബ്സ് 13:21, പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു, നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കുന്നു. പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു. മടുത്തോ? മടുത്തില്ലേ? എന്നെ മടുക്കാത്തെ? പെട്ടെന്ന് മടുക്കൂ. എന്നെ ശ്രദ്ധിക്കണേ. അതായത് വളരെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. നമ്മളൊരു വചനം വായിച്ചായിരുന്നു, ഇനി നിങ്ങൾ എടുക്കണ്ട, എന്നെ ഒന്ന് കേട്ടിരുന്നാൽ മതി. സുഭാഷിതങ്ങളിൽ നമ്മൾ വായിച്ചു, പ്രഭാഷകനിൽ വായിച്ചു. പ്രഭാഷകൻ 27:10 ഒരു വചനം വായിച്ചിരുന്നു. അത് ഞാൻ അല്പം സമയം എടുത്ത് എനിക്ക് വിശദീകരിക്കണം, ശ്രദ്ധിച്ചിരിക്കുക. വചനം ഇതാണ്: സിംഹം ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു, പാപം പാപിയെ കാത്തിരിക്കുന്നു. സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു. അപ്പൊ ഇര വരാൻ വേണ്ടി സിംഹം പതിയിരിക്കുന്നത് ഇരയെ കൊല്ലാനാണ്. മാന്തി കീറാനും വലിച്ചു കീറാനും ആഹരിക്കാനുമാണ് സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത്. അപ്പൊ ആ ഉപമ എടുത്ത് കാണിച്ചിട്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പാപം പാപിയെ വേട്ടയാടുമെന്നല്ല പറയുന്നത്. വേട്ടയാടുമെന്ന് പറയുന്ന വേറെ വചനമുണ്ട്. സംഖ്യ 32:23 പാപം പാപിയെ വേട്ടയാടും. സംഖ്യ 32, നമ്പേഴ്സ് 32:23, സംഖ്യ 32:23. വായിക്കണ്ട, കേട്ടെ, ഇങ്ങോട്ട് നോക്കിയേ. പ്രഭാഷകൻ 27:10, ഇങ്ങോട്ട് നോക്കണേ, എല്ലാവരും ഇങ്ങോട്ട് നോക്കണം. പ്രഭാഷകൻ 27:10 വചനം പറയുകയാണ്, പാപം പാപിയെ പറ കാത്തിരിക്കുന്നു എന്നാ പറയുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ട വാക്ക്. പാപം പാപിയെ വേട്ടയാടുമെന്നല്ല ഇവിടെ പറയുന്നത്, പാപം പാപിയെ കാത്തിരിക്കുകയാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് കുമ്പസാരത്തിൽ നിന്ന് അകന്നു കഴിയുന്ന ഓരോ വ്യക്തിയും ഇത് മനസ്സിലാക്കണം. പാപം പാപിയെ കാത്തിരിപ്പുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ, പാപം പാപിയെ കാത്തിരിക്കുന്നത്, എൻ്റെ ചോദ്യം, ആരുടെ പാപം? ആരുടെ പാപമാണ് പാപിയെ കാത്തിരിക്കുന്നത്? ആ വ്യക്തി ചെയ്ത പാപം. ആ വ്യക്തി ചെയ്ത പാപം ആ വ്യക്തിയെ കാത്തിരിപ്പുണ്ട്. ആ വ്യക്തിയെ കാത്തിരിക്കുന്നത് എന്തിനാണ്? അതായത് പാപം ഒരവസരം നോക്കി കാത്തിരിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കണം. പാപം, ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ മറച്ചു പിടിച്ചിരിക്കുന്നൊരു പാപം ഉണ്ടെങ്കിൽ ആ പാപം ഒരവസരം നോക്കി കാത്തിരിക്കുകയാണ്. എന്തിനെന്നറിയാമോ? എന്നെ നശിപ്പിക്കാൻ ഈ പാപം എൻ്റെ അകത്ത് ഒരവസരം നോക്കി കാത്തിരിക്കുകയാണ്. ഞാൻ ഒരു 2 അനുഭവങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് ഈ വചനത്തിലേക്ക് തിരിച്ചു വരാം. ഒന്ന് 2012 ഞാൻ കുവൈറ്റിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ അവിടെ ഞാൻ വളരെ ചെറുപ്പമാണെന്ന്, ഇപ്പം തന്നെ എനിക്ക് 28 വയസ്സേ ഉള്ളൂ. അപ്പോൾ 2012 എൻ്റെ പ്രായം നിങ്ങൾ കണക്ക് കൂട്ടിക്കോണം. അപ്പോൾ പിന്നെ പ്രായം എന്നൊക്കെ പറഞ്ഞ് വെറും നമ്പേഴ്സാണ് കേട്ടോ, വെറും നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കണം. അതായത് അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ അപ്പോൾ ഇങ്ങനെ സുവിശേഷ വേലയൊക്കെ തുടങ്ങി വരുന്നൊരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ സീനിയറായ ഒരു അച്ഛനാണ് എന്നെ അവിടേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ ചെറുപ്പമായിരുന്നത് കൊണ്ടും ഞാൻ എക്സ്പീരിയൻസ്ഡ് അല്ലാത്തത് കൊണ്ടും ഞാൻ ടൈം ടേബിളൊന്നും നേരത്തെ ചോദിച്ചില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ചോദിക്കും, എപ്പോഴാണ് എൻ്റെ സെഷൻസ്, എപ്പോഴാണ്, അതിനിടയ്ക്ക് ബ്രേക്ക് ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കും.
അന്ന് എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പിന്നെ വാഷ്റൂമിൽ പോകാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഈ അച്ഛൻ പ്രോഗ്രാം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ കൊണ്ടുപോയി ടിക്കറ്റ് ചാർജ് മുതലാക്കാനും പിന്നെ അങ്ങനെ കേട്ട് അച്ഛൻ ഇതെല്ലാം നന്നായിട്ട് എന്നെ ഒരു കരിമ്പൻ ചണ്ടിയാക്കിയേ തിരിച്ചു വിടുമെന്നുള്ള പരുവത്തിലാണ് ഈ ടൈം ടേബിൾ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഒട്ടും സമയം അപ്പോൾ ഈ രാവിലത്തെ ഒരു സെഷൻ കഴിഞ്ഞിട്ട് താമസിക്കുന്ന മുറിയിലേക്ക് ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം, നമുക്ക് ഇനി അടുത്ത 2:30 പോകാനുള്ളതാണ്, 2:30 അവിടെ ചെല്ലാനുള്ളതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ മുറിയിലോട്ടൊന്ന് പോയിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് ഒന്ന് കിടന്നിട്ട് വരാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞാൻ മുറിയിലേക്ക് ചെന്ന് ഉടുപ്പ് മാറി ഞാൻ അങ്ങനെ കട്ടിലോട്ട് കിടക്കുമ്പോൾ എനിക്കൊരു ഫോൺ തന്നിട്ടുണ്ട് അച്ഛൻ അവിടെ ചെന്നപ്പോൾ. ആ ഫോണിലേക്ക് ആരും ഇങ്ങനെ വിളിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് അറിയാത്ത സ്ഥലമല്ല, എന്തെങ്കിലും ഇനി അത്യാവശ്യമാണ്. അപ്പോൾ വിളിച്ചപ്പോൾ ഒരു മനുഷ്യൻ അപ്പുറത്ത് കരയുകയാണ്. കരഞ്ഞിട്ട് പറയുകയാണ്, ഫാദർ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. എന്നെ അറിയാവുന്ന ആളാണോ? അപ്പോൾ പറഞ്ഞു ഞാൻ അറിയില്ല, ഫാദറിനെ എനിക്കറിയില്ല, ഞാൻ വലിയൊരു ആപത്തിലാണെന്ന് പറഞ്ഞു. ഞാൻ വലിയൊരു ആപത്തിലാണ്, എന്നെ ഒന്ന് സഹായിക്കണം, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോവും, ഞാൻ ആത്മഹത്യ ചെയ്യും. എന്നിട്ട് അത് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനി അല്ല, എന്നെ ഒന്ന് സഹായിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് 2:30 പോകേണ്ടതാണ് ബ്രദർ. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, 7 മിനിറ്റ് കൊണ്ട് ഞാൻ വരാം, എന്നാൽ പെട്ടെന്ന് വരാൻ പറഞ്ഞു. നമുക്ക് കിടക്കാൻ യോഗമില്ലെന്ന് ഓർത്ത് ഞാൻ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ ഇദ്ദേഹത്തേക്ക് ഈ വാതിൽ തള്ളി തുറന്ന ഒരാളകത്തേക്ക് വന്ന് കരഞ്ഞു കലകിയ മുഖം, ഭയങ്കര പ്രയാസത്തിൽ നിന്ന് വന്നതാണെന്ന് കണ്ടാലറിയാം. ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ സമയം ഞാൻ കളയുന്നില്ല, പെട്ടെന്ന് ഞാൻ പറയാം, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ജീവിക്കണമെന്നില്ല. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, സ്ത്രീധനമൊന്നും വാങ്ങരുത്, ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, അവൾക്ക് ഒരു ജീവിതം കൊടുക്കണം, അവളെ രക്ഷപ്പെടുത്തണം. അങ്ങനെയൊക്കെ കരുതി ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ ഈ ഭാര്യയെ ഞാൻ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന്, എന്നിട്ട് ഞാൻ അവളൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു, അവളെ ഞാൻ പഠിപ്പിച്ച് അവളങ്ങനെ ഒരു കോഴ്സൊക്കെ പാസ്സായി, അവർക്ക് ജോലിയായി. എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു, ജോലിക്ക് പോകുന്ന ആ ടാക്സി ഡ്രൈവറുമായിട്ട് അവൾ ബന്ധത്തിലായി. അപ്പോൾ ഈ മനുഷ്യൻ പലതവണ ഇത് തിരുത്താൻ ശ്രമിച്ചെങ്കിലും ആ സഹോദരി അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. ഇപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ ഒരു ഭർത്താവ് കാണരുതാത്തൊരു കാഴ്ച എൻ്റെ വീട്ടിൽ കണ്ടിട്ടാണ് ഞാൻ ഈ വരുന്നത്. അപ്പോൾ ഞാൻ ഹൃദയം ഞാൻ മരിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരനെ പറഞ്ഞത്, നീ ഒന്ന് സാഹസം ഒന്ന് കാണിക്കരുത്, നിനക്ക് ആരോടെങ്കിലും സംസാരിക്കണേ, നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു അച്ഛൻ വന്നിട്ടുണ്ട്, ആ പള്ളിയിലുണ്ട്, നീ അങ്ങോട്ട് നമ്പർ കൊടുത്ത് വിളിക്കാൻ പറഞ്ഞു. ഇതാണ് സംഭവം. അപ്പം ഞാൻ ആ മനുഷ്യൻ, ഇനി ആ പാവം മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വിഷമമൊക്കെ, അപ്പോൾ അപ്പുറത്ത് അച്ഛൻ കൊട്ടാൻ തുടങ്ങി, നമ്മുടെ അച്ഛൻ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇത് വളരെ അടിയന്തരമായൊരു കേസാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛന് ഇങ്ങനെ ഈ മനുഷ്യനോട് അദ്ദേഹം പറയട്ടെന്ന് പറഞ്ഞു, കരഞ്ഞ് ഉപദേശം എന്നെ കൊടുക്കാൻ ഇതിനൊക്കെ, അതുകൊണ്ട് കരയട്ടെന്നൊക്കെ ഓർത്ത് ഞാൻ ആ മനുഷ്യൻ കുറേ കരഞ്ഞ് വിഷമമൊക്കെ പറഞ്ഞ് അല്പം ശാന്തമായെന്ന് തോന്നിയപ്പോൾ ഞാൻ അയാളുടെ ശിരസിൽ കൈവച്ച് കുറേ സമയം പ്രാർത്ഥിച്ചു. ദൈവമേ ഒരു ആശ്വാസം കൊടുക്കണേ, മനസ്സമാധാനം കൊടുക്കണേ, സമചിത്തത കൊടുക്കണേ, സംയമനം കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, സഹോദര ഞാൻ ഇത് നമ്പറുണ്ടല്ലോ, ഇപ്പോൾ രാത്രിയിൽ ഒന്നുകൂടെ വിളിക്ക്, നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇപ്പം ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്ത പെട്ടെന്ന് തന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, അതായത് അങ്ങനെ ഒരു പ്രേരണ വരുന്നതുകൊണ്ട് ചോദിക്കുന്നതാണ്, അങ്ങനെ ചോദിക്കാൻ ഇഷ്ടമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇതാണ്, ചേട്ടാ ഈ ഭാര്യയുടെ കുറ്റം എല്ലാം പറഞ്ഞല്ലോ, ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. ഈ ചേട്ടൻ ഈ വിഷയത്തിൽ എങ്ങനെയാണ് എന്ന് ഞാൻ ചോദിച്ചു. അത് അങ്ങനെ എല്ലാവരോടും ചോദിക്കില്ല, അങ്ങനെ ഒരു പ്രേരണ വന്നാൽ ചോദിക്കും. അപ്പോൾ അദ്ദേഹം വീണ്ടും വന്ന് ഇരുന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ഓർക്കേണ്ടത്, ഇത് ആ പാരലിസമാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. അതുകൊണ്ട് ഞാനത് ഓർത്തിരുന്നു ഈ സംഭവം. ഈ മനുഷ്യന് ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുമുണ്ട്. അദ്ദേഹം പറയുകയാണ്, അച്ഛാ ഞാൻ അവിവാഹിതനായിരുന്ന കാലത്ത് ഞാൻ മുംബൈയിൽ താമസിച്ചിരുന്നപ്പോൾ 2 മക്കളുള്ളൊരു സ്ത്രീയുമായിട്ട് 1.5 കൊല്ലമായിട്ട് ഞാനൊരു അവിഹിത ബന്ധത്തിലായിരുന്നു. എന്നെ അത് വല്ലാതെ ഞെട്ടിച്ച് കളഞ്ഞു. ഞാനതിൻ്റെ ബാക്കിയൊന്നും നിങ്ങളോട് പറയുന്നില്ല. എന്നെ അത് വല്ലാതെ ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ നോക്കുമ്പോൾ കണ്ടോ, ഡിറ്റോ ഇത് ഈ മനുഷ്യൻ്റെ വീട്ടിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്. ഞാൻ എല്ലാം അങ്ങനെയാണെന്നൊന്നുമല്ല പറയുന്നത്, ഇതിനെയൊന്നും ജനറലൈസ് ചെയ്യരുത്. ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും വേറെ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണെന്ന് കൺക്ലൂഡ് ചെയ്യരുത്, അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇങ്ങനൊരു സാധ്യതയുണ്ട്, അത് പറയാനാണ് ഞാൻ പറയുന്നത്. ഇങ്ങനൊരു സാധ്യതയുണ്ട്. എന്തെന്നറിയോ, ഈ പാപം പാപിയെ കാത്തിരിക്കും. ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ പാപം കാത്തിരിക്കും. ഇവൻ കല്യാണം കഴിച്ച് ഇവൻ്റെ ഭാര്യയാകുന്നത് വരെ ഈ പാപം ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ്, കാരണം ബൈബിൾ വചനം തെറ്റില്ല. ഈ പാപം കാത്തിരിക്കുകയാണ്
ഇവൻ്റെ ജീവിതത്തെ തിരിച്ചടിക്കാൻ വേണ്ടി. പറഞ്ഞേ ഹല്ലേലൂയ. അനുതപിക്കാതെ ഉള്ളിൽ ഇങ്ങനെ വെക്കുന്ന ഓരോ പാപവും ഈ പാപം പാപിയെ കാത്തിരിപ്പുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഇതുപോലൊരു കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഓടുകയാണ്. കാരണം എനിക്ക് തിരുവനന്തപുരത്തേക്ക് പെട്ടെന്ന് ചെല്ലണം. അതുകൊണ്ട് ഞാൻ ഓടിപ്പോവാണ്. ആരാധനയുടെ ആശീർവാദം കഴിഞ്ഞ് ഞാൻ ഓടുന്ന സമയത്ത് ഒരു പെൺകുട്ടി എൻ്റെ പുറകെ ഓടി വന്ന് എൻ്റെ ഉടുപ്പെ പിടിച്ച് നിർത്തി. രക്തസ്രാവക്കാരി വസ്ത്രത്തിൻ്റെ ഉളുമ്പി തൊട്ടതെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്നോട് എന്നെ പിടിച്ചു നിർത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ പോവല്ലേ. ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് പോകണം, എനിക്ക് അത്യാവശ്യമായിട്ട് ചെല്ലണം. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ അച്ഛൻ ഇങ്ങനെ ഓടുമെന്ന് എനിക്ക് അറിയാവുന്നുണ്ട്, ഞാൻ എല്ലാം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, അച്ഛാ വായിക്കണേ എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു കത്ത് തന്നിട്ട് ഓടി. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ മകള്, ഞാൻ അവിടെ പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്നാണോ മുറി ചെന്നിട്ടാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ഏതായാലും അത് വായിച്ചു. എന്തായാലും അന്നത്തെ എൻ്റെ ഉറക്കം പോയി. ആ കത്തിനകത്ത് ഇവളിങ്ങനെ എഴുതിയിരുന്നു. അവൾ പറയണേ, എനിക്ക് 28 വയസ്സുണ്ട്, ഞാൻ കൊടിയ ജഡിക പാപത്തിൻ്റെ അടിമയാണ്, എനിക്ക് ഞാൻ ചെയ്യാത്ത ജഡിക പാപങ്ങളില്ല, എനിക്ക് അതിലേക്ക് പോകാൻ ഇങ്ങനെ വാസനയാണ് അച്ഛാ, എനിക്ക് ആഗ്രഹമുണ്ട് രക്ഷപ്പെടണമെന്ന്, എനിക്ക് പറ്റുന്നില്ല അച്ഛാ, ഞാൻ പാപിയാണ്, ഓരോ തവണ വചനം കേൾക്കുമ്പോഴും എൻ്റെ ഹൃദയം തകരുകയാണ്, എനിക്ക് മാറണം അച്ഛാ, എൻ്റെ അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെല്ലാം പറഞ്ഞ് ദീർഘമായൊരു കത്ത് എഴുതിയിട്ട് അതിൻ്റെ ഒടുവിൽ അവളൊരു NB ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയിരുന്നു, അച്ഛാ ഞാൻ ബ്ലൂ ഫിലിമിൻ്റെ അടിമയാണ്, ഒരു കാര്യം അച്ഛൻ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ബ്ലൂ ഫിലിം ഞാൻ കണ്ടത് എൻ്റെ അപ്പൻ്റെ ഫോണിൽ നിന്നാണ്. എല്ലാം ഒരുപോലെ ജനറലൈസ് ചെയ്യരുത്. പക്ഷേ ഈ 2 സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഭവങ്ങളാണ്. എന്തെന്നറിയാമോ? ഇതിനൊരു റെക്കറൻസ് ഉണ്ടാവും, ഇതിനൊരു ആവർത്തനം ഉണ്ടാവും. ഇത് ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ അനുതപിക്കണം, തിരുത്തണം, കർത്താവിലേക്ക് മടങ്ങി വരണം. ആ ചെങ്ങല അവിടെ വെച്ച് മുറിയണം. അനന്തര തലമുറകളിലേക്ക് പാപത്തിൻ്റെ കങ്കാളവിഷം കടന്നു പോകാതിരിക്കാൻ നമ്മൾ അനുതാപത്തിൻ്റെ കുമ്പസാരക്കൂട്ടിൽ വെച്ച് പാപച്ചെങ്ങലകളുടെ കണ്ണികൾ എന്നേക്കുമായി മുറിക്കേണ്ടതുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിൽ നിന്ന് പാപമല്ല നമ്മുടെ അനന്തര തലമുറകളിലേക്ക് സംക്രമിക്കപ്പെടേണ്ടത്, സംവേദനം ചെയ്യപ്പെടേണ്ടത്, ട്രാൻസ്ഫർ ചെയ്യപ്പെടേണ്ടത്, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് ഒഴുകേണ്ടത് വിശുദ്ധിയാണ്. പാപമില്ലാതെ ജീവിക്കാൻ പാടുപെടുന്നൊരപ്പൻ, പാപമില്ലാതെ ജീവിക്കാൻ പാടുപെടുന്നൊരമ്മ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപം പാപിയെ കാത്തിരിക്കും. ഇനി ഇതിൻ്റെ വേറൊരു ഡയമെൻഷൻ നമ്മൾ മനസ്സിലാക്കി, കുമ്പസാരത്തിൻ്റെ ഒരു ഗൗരവം ഞാൻ പറയുകയാണ്. കുമ്പസാരക്കൂട്ടിൽ ചെന്ന് സത്യസന്ധമായിട്ട് പാപം ഏറ്റുപറയണം. അത് വളരെ ഗൗരവമാണ്. നമുക്ക് പാപമില്ല എന്ന് പറയും ആരും നടക്കരുത്. ഇപ്പോൾ എത്ര പുണ്യപ്പെട്ട ജീവിതം നയിക്കുന്നവരും തങ്ങളുടെ ജീവിതത്തെ ഓരോ ദിവസവും വിലയിരുത്തണം. അത് ടൈംലി ആയിട്ട് കുമ്പസാരിക്കണം. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരോടും മല്ലടിക്കുന്നൊരു മേഖലയാണിത്. ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിച്ചിരിക്കണം. അത് ഞാനും കുമ്പസാരിക്കണം, നിങ്ങളും കുമ്പസാരിക്കണം. അപ്പോൾ അത് എന്ന് വെച്ചാൽ അതിനകത്തൊരു വിട്ടുവീഴ്ച വരരുത്, അതിനകത്തൊരു ഉദാസീനത. ഞാൻ കഴിഞ്ഞ മാസം കുമ്പസാരിച്ചാണ്, 2 മാസം അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ പാപത്തിൻ്റെ മാലിന്യവും ചുമന്നുകൊണ്ട് നടക്കരുത്. കാരണം മനുഷ്യൻ എപ്പോഴും പാപത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തയിലും ഓർമ്മയിലും ബുദ്ധിയിലും പറച്ചിലിലും സംസാരത്തിലും എല്ലാം പാപമുണ്ട്, ഒത്തിരി പാപമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് മക്കളെ ശ്രദ്ധിച്ചേ, വേറൊരു സംഭവം എന്തെന്ന് വെച്ചാൽ, ഈ പിശാച് കയറി വരുന്ന 4 വാതിലുകളുണ്ട്. സാത്താൻ പ്രവേശിക്കുന്ന 4 വാതിലുകൾ. ഒന്നാമത്തേത് അനുതപിക്കാത്ത പാപം, രണ്ടാമത്തേത് ഉണങ്ങാത്ത മുറിവ്, മൂന്നാമത്തേത് ക്ഷമിക്കാത്ത അനുഭവങ്ങൾ, നാലാമത്തേത് വചനവിരുദ്ധമായ ബോധ്യങ്ങൾ. ഈ 4 മേഖലകളാണ് സാത്താൻ പ്രവേശിക്കുന്ന വാതിലുകൾ. 1 അനുതപിക്കാത്ത പാപം, ഏറ്റുപറയാത്ത പാപം. 2 ഉണങ്ങാത്ത മുറിവ്. 3 ക്ഷമിക്കാത്ത ഓർമ്മകൾ. 4 വചനവിരുദ്ധമായ തെറ്റായ ബോധ്യങ്ങൾ. അപ്പോൾ ഈ 4 മേഖലകളാണ്. 4 പറയുന്നില്ല ഞാൻ. ഒന്നാമത്തെ കാര്യം ഇതാണ്, അനുതപിക്കാത്ത പാപം. ഈ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ തിരുവചനം. മത്തായിയുടെ സുവിശേഷം 24:28. മത്തായി 24:28 എടുക്കണമെന്നില്ല, ഞാൻ വായിച്ചോളാം. ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടും എന്ന് പറഞ്ഞേ. ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടും. നിങ്ങളിങ്ങനെ വിചാരിക്കുക, ഞാൻ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നു, മനുഷ്യന് മരിക്കാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ. കോഴിക്കോട് വെച്ച് മരിക്കാനാണ് എനിക്ക് ഭാഗ്യമെങ്കിൽ ഞാൻ മരിച്ചു എന്ന് വിചാരിക്കുക. മനസ്സിലായല്ലോ? എവിടെ വെച്ചാലും മരിക്കണം. അമേരിക്ക വെച്ച് മരിച്ചാലും ഇന്ത്യ വെച്ച് മരിച്ചാലും സ്വർഗത്തിലേക്കുള്ള ദൂരം ഒരേ ദൂരമാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എവിടെ വെച്ച് മരിച്ചാലും കുഴപ്പമില്ല. ഞാനിങ്ങനെ വിചാരിക്കും, നിങ്ങളാരെങ്കിലും മരിച്ചതെന്ന് നിങ്ങൾക്ക് വിഷമമുണ്ടാന്ന് ഓർത്തിട്ടാണ് ഞാൻ മരിക്കാൻ തയ്യാറാകുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മരിച്ചു.
ഇത്രയും നേരം നിങ്ങൾ എന്നെ റവറൻ ഫാദർ ഡാനിയൽ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചോദിക്കാൻ പോന്നേ? ശവപ്പഴ എടുക്കുന്നേ. പിന്നെ എൻ്റെ ഐഡൻറ്റിറ്റി മാറി, ഞാൻ ശവമായി അല്ലേ? അപ്പോൾ ഈ ശവം ഇങ്ങനെ കിടക്കുകയാണ്. കോഴിക്കോട് ഈ സ്ഥലത്ത് ജംഗ്ഷൻ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഏതായാലും കോഴിക്കോട് ഈ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് ഈ സ്റ്റേജിനകത്ത് ഇതാ നീണ്ടു നിവർന്ന് ശവം കിടക്കുന്നു. എത്ര ദിവസം കൺവെൻഷൻ ഇന്ന് തീർന്നില്ലല്ലോ, നാളെ തീരത്തുള്ളൂ. അപ്പോൾ കൺവെൻഷൻ ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റും? കൺവെൻഷൻ പെട്ടെന്ന് അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ നാല് ഇതിന് കഴിഞ്ഞിട്ടാണല്ലോ മഹാഭാവി മരിച്ചതെന്ന് ഓർത്ത് നമ്മുടെ അച്ഛൻ ഏതായാലും കൺവെൻഷൻ കൺക്ലൂഡ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്തു? ഇതിനെ ഒന്നും ഉത്തരവാദിത്വമൊന്നും ആരുമില്ല. ഇതൊക്കെ ഈ ജീവിച്ചിരിക്കുമ്പോഴുള്ള ബഹുമാനമൊക്കെ ഉള്ളൂ. ചത്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണം? അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ കിടക്കുകയാണ്. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, 4 ദിവസമായി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തിരുവനന്തപുരത്തിന് വിളി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മരിച്ചു കിടക്കുകയാണ്, എന്നാ ചെയ്യണം? അപ്പോൾ അവർ പറഞ്ഞു, അവിടെയും ഉപദ്രവം, ഇവിടെ വന്ന് ഉപദ്രവം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചിട്ട് അവർ പറയും, നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇനിയിപ്പം ജീവിച്ചിരുന്നപ്പോൾ തിരിച്ച് കിട്ടിയാൽ വല്ല ഉപകാരമുണ്ട്, ഇനിയിപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം എന്നാ ചെയ്യാനാണ്? അപ്പോൾ എന്ന് ഓർത്തിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ വേണ്ട രീതി ഹാൻഡിൽ ചെയ്യാനുള്ള അനുവാദം ഇവിടെയുള്ള ആളുകൾക്ക് കൊടുത്തു. അവർക്ക് എന്നെക്കുറിച്ച് വലിയ കമ്മിറ്റ്മെൻറ്റ് ഉത്തരവാദിത്വമൊന്നും എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവർ പറഞ്ഞു കമ്മിറ്റിക്കാർ ഇതിൻ്റെ ഭാരവാഹികളെല്ലാം കൂടെ ഒക്കെ വന്നപ്പോൾ അവർ ആലോചിച്ചു, അച്ഛാ ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടിരുന്നത് എങ്ങനെയാണ്? അവർ പറഞ്ഞു, അവർ തിരുവനന്തപുരത്തോട്ട് വിളിച്ചപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എന്നാ ചെയ്യാനാ? എന്നാൽ പിന്നെ എവിടെയെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്തോട്ട് കൊണ്ട് മറിക്കാൻ പറഞ്ഞതിനെ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി തള്ളി. അപ്പോൾ ഇവിടെ കോഴിക്കോടൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇഷ്ടംപോലെ കാണും. ഒഴിഞ്ഞ സ്ഥലങ്ങൾ അവിടെ കൊണ്ടുപോയി ഇതിനെ കൊണ്ട് തള്ളി. 4 ദിവസമായി, 5 ദിവസമായി. റവറൻ ഫാദർ ചെയ്യാൻ തുടങ്ങി. അഴുകി തുടങ്ങിയാൽ പിന്നെ റവറൻ ഫാദറൊന്നുമില്ല, പിന്നെ നാറ്റമാണ്. അപ്പോൾ അങ്ങനെ ചീഞ്ഞ് കിടക്കാൻ തുടങ്ങുമ്പോൾ, ചീഞ്ഞ് കിടക്കുമ്പോൾ ആരും ക്ഷണിക്കാത്തൊരു അതിഥിയെപ്പോലെ, മുൻകൂട്ടി അറിയിക്കാതെ വന്നു കയറുന്ന ഒരു അതിഥിയെപ്പോലെ ആകാശത്ത് ചില രൂപങ്ങൾ പ്രത്യക്ഷപ്പെടും. ആ രൂപങ്ങളുടെ പേരാണ് കഴുകന്മാർ. വിളിക്കാതെ വരുന്ന അതിഥിയാണ്. ചീഞ്ഞ് കിടക്കുന്നിടത്ത് അവർക്ക് അവകാശമുണ്ട്. ചീഞ്ഞത് അവരുടെയാണ്, അവരത് കുത്തി വലിക്കാൻ വരും. അപ്പോൾ ശവമുള്ളിടത്ത് കഴുകന്മാർ വരും. ഒരു പാപം വർഷങ്ങളായി ചീഞ്ഞു കിടന്നാൽ പിശാചിന് അതിൻ്റെ മേൽ അധികാരമുണ്ട്. പിശാച് അവൻ്റെ താവളമാക്കി അത് മാറ്റും. പിശാച് പ്രവേശിക്കാനുള്ള വാതിലായി അത് മാറും. സാത്താൻ ഒരവകാശവാദം ഉന്നയിക്കും. ഇതിന് ബൈബിളിൽ തെളിവുകളുണ്ട്. അതിലെ ഒരു തെളിവാണ് യൂദാസ് എഴുതിയ ലേഖനത്തിൻ്റെ 9-ാമത്തെ വാക്യം. യൂദാസിൻ്റെ ലേഖനം 9-ാമത്തെ വാക്യം. യൂദായുടെ ലേഖനത്തിന് അധ്യായമില്ല. വാക്യം 9 ഉറക്കെ വായിക്കാം. പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. മറിച്ച് കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നന്നായിട്ട് ശ്രദ്ധിക്കുക, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചോളാം. നന്നായിട്ട് ശ്രദ്ധിക്കുക. അതായത് പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഒരു സന്ദർഭം വിശദീകരിക്കുകയാണ്. നെബോ മലയുടെ മുകളിൽ മോശ എന്ന ഇസ്രായേൽ കണ്ട ഏറ്റവും കൺകണ്ട എണ്ണപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാൾ മരിച്ചു വീഴുമ്പോൾ മോശയുടെ മൃതദേഹത്തിനരികിലേക്ക് പിശാച് വരികയാണ്. മോശയുടെ മേൽ എനിക്കാണ് അവകാശമെന്ന് പറഞ്ഞ് മോശയുടെ ശരീരത്തെ ചൊല്ലി അവകാശവാദം ഉന്നയിക്കാൻ പിശാച് വന്നു എന്ന്. മനുഷ്യന് കാണാൻ പറ്റുന്ന കാര്യമില്ല, ആത്മീയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ മോശയുടെ ശരീരത്തെ ചൊല്ലി അവകാശവാദം ഉന്നയിച്ച് പിശാച് വന്നു എന്ന്. ആരുടെ ശരീരം? മോശയുടെ ശരീരം. 40 കൊല്ലം കൊട്ടാരത്തിലും 40 കൊല്ലം മരുഭൂമിയിലെ ജത്രോയുടെ ആടുകളെ മേയിച്ചും പിന്നീട് 40 കൊല്ലം വരണ്ട ഊഷരഭൂമികളിലൂടെ ഒരു മഹാജനത ഈജിപ്തിൻ്റെ അടിമച്ചങ്ങലകൾ പൊട്ടിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകാൻ രാപകലില്ലാതെ എല്ലുമുറിയെ പണിയെടുത്ത, വിശപ്പും പട്ടിണിയും ദാഹവും പരിവട്ടവും ഇല്ലായ്മകളും അപവാദങ്ങളും ആക്ഷേപങ്ങളും നിന്ദാവചനങ്ങളും കുറ്റപ്പെടുത്തലുകളുമായി നീണ്ട ഒരായുസ് മുഴുവൻ ദൈവവേലയ്ക്ക് തൻ്റെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച ഒരു മനുഷ്യൻ മരിച്ചു വീഴുമ്പോൾ അവൻ്റെ അവകാശം ഉന്നയിച്ച് സാത്താൻ വന്നത്. വിശ്വസിക്കുന്ന വിശ്വാസിക്ക് വിശ്വാസി എന്ന വായനക്കാരന് ദഹിക്കുന്ന കാര്യമല്ലത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ദൈവമേ എന്തുകൊണ്ടാണത്? അപ്പോൾ ദൈവം ബൈബിളിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു തരും. മോശ മരിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മരുഭൂമിയിൽ വെച്ച് ജനത്തിന് വെള്ളമില്ലാതായപ്പോൾ പാറയോട് കൽപ്പിക്കുക വെള്ളം വരാൻ എന്ന് ദൈവം പറയുമ്പോൾ അരിശം മൂത്ത് ദേഷ്യം വന്ന് കോപം വർദ്ധിച്ചപ്പോൾ മോശ എന്ത് ചെയ്തു? മോശ ഈ പാറമേൽ
പാറയോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ദൈവം പാറമേൽ കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ മോശ പാറമേൽ അടിച്ചു, ദേഷ്യപ്പെട്ട് അടിച്ചു. ഇനി അങ്ങനെ അടിച്ചത് എന്താ അത്ര വലിയ തെറ്റാണെന്നുള്ളത് അത് ഞാൻ വേറൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാം. അതിന് വലിയൊരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ ചെയ്തത് വലിയ തെറ്റാണെന്നുള്ളതിന് വേറെ വലിയൊരു, അത് 10 മിനിറ്റ് കൊണ്ടൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഏതായാലും മോശ ഒരു തെറ്റ് ചെയ്തു, ഒരനുസരണക്കേട്, ഒരു കോപം, ഒരു അഹങ്കാര പ്രവൃത്തി. ദൈവം പ്രത്യേകിച്ച് മോശയോടൊന്നും ചെയ്തില്ല. പക്ഷേ മോശയ്ക്ക് ദൈവം കാനാൻ ദേശത്ത് കാലുകുത്താൻ അനുവാദം കൊടുത്തില്ല. നിങ്ങൾ ഉൽപ്പത്തി, പുറപ്പാട്, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം, ലേവ്യ, സംഖ്യ, നിയമാവർത്തനം വായിച്ചു പോയാൽ, നിങ്ങൾ മനസ്സിരുത്തി ബൈബിൾ വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം നുറുങ്ങും. നിങ്ങൾ വിചാരിക്കും, ദൈവമേ എന്തൊരു അന്യായമാണ് ദൈവം കാണിച്ചത്. അതായത് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ജനതയെ മരുഭൂമിയുടെ ഉഷ്ണച്ചൂടിലൂടെ കൊണ്ടുപോയി വാഗ്ദത്ത നാട്ടിലേക്ക് കാലുകുത്തിക്കാൻ പാടുപെട്ടൊരു പ്രവാചകനെ വാഗ്ദത്ത നാട്ടിൽ കാലുകുത്താൻ അനുവദിക്കാതെ ഒരു മലമുകളിൽ വെച്ച് വാഗ്ദാന ദേശം നോക്കിക്കണ്ടിട്ട് മരിക്കാൻ ദൈവം വിട്ടുകൊടുക്കാൻ. ദൈവമേ, അത് അനീതിയും അന്യായവും പക്ഷാഭേദവുമാണെന്ന് തോന്നാൻ ഇടയുണ്ട്. അപ്പോൾ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ അതെന്താ അങ്ങനെ ചെയ്തതിന് കാരണമുണ്ടെന്നറിയാമോ? ദൈവത്തിനറിയാം. ജീവിതത്തിൽ ഈ പ്രവാചകന് സംഭവിച്ച ഒരു തെറ്റ്, ആ തെറ്റിൻ്റെ അവകാശം പറഞ്ഞ് ഇവൻ്റെ മേലൊരവകാശം ആരോപിച്ച് സാത്താൻ വരും. ഇന്നാണെങ്കിൽ യേശുവിൻ്റെ കാൽവരിയിലെ കുരിശുണ്ട്, ഏറ്റു പറഞ്ഞാൽ മതി. പുതിയ നിയമത്തിലെ ആനുകൂല്യം എന്താ? ഒരു പാപം ചെയ്താൽ ഏറ്റു പറഞ്ഞ് അനുദപിച്ചാൽ മതി. പഴയ നിയമത്തിൽ പോരാ, പരിഹാരം ചെയ്യണം, തത്തുല്യമായ പരിഹാരം ചെയ്യണം, ഇല്ലെങ്കിൽ അവകാശമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മോശയുടെ ശരീരത്തിൽ ചൊല്ലി അവകാശം ഉന്നയിക്കാൻ സാത്താൻ വരുമെന്ന് 101 തവണ നിശ്ചയമുണ്ടായിരുന്ന ദൈവം പറയുകയാണ്, നീ കാനാൻ ദേശത്ത് കാലുകുത്തണ്ട, ഒരു പണിഷ്മെന്റ് നിനക്ക് വേണം, അല്ലെങ്കിൽ നിന്റെ ശരീരത്തിൻ്റെ മേലും ആത്മാവിൻ്റെ മേലും നിത്യതയുടെ മേലും അവകാശം ഉന്നയിച്ച് സാത്താൻ വരും. അതാ കാര്യം. പിടികിട്ടിയോ? അതായത് ഒരു പാപം മറഞ്ഞു കിടക്കുമ്പോൾ പിശാചിന് ഒരു ലീഗൽ റൈറ്റ് ഉണ്ട് അതിൻ്റെ മേൽ. ഒരു നിയമലംഘനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സാത്താൻ അതിൻ്റെ മേൽ ഒരു നിയമപരമായ അവകാശമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം സാത്താനെ കുറിച്ച് ബൈബിളിൽ പറയുന്നത്, ഇനി നിങ്ങൾ വായിക്കണ്ട, നേരം തീരുന്നത് കൊണ്ട് വായിക്കണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ സാത്താനെ കുറിച്ച് പറയുന്നത്, റെവലേഷൻസ് 12:11, വെളിപാട് 12:11 സാത്താനെ കുറിച്ച് പറയുന്നത്, നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ കുറിച്ച് പഴി പറയുകയും ചെയ്തിരുന്നവൻ എന്നാണ്. സാത്താന്റെ ജോലി എന്താണ്? അക്യൂസിങ്, കുറ്റപ്പെടുത്തൽ. അതായത് മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് തെറ്റുണ്ടെങ്കിലും അത് കണ്ടുപിടിക്കുന്നത് സഹമനുഷ്യരല്ല, സാത്താനാണ്. സാത്താൻ കണ്ടുപിടിക്കും, എന്നിട്ട് അത് കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറ്റം ആരോപിക്കുന്നതിന് ബൈബിളിൽ തെളിവുണ്ട്. അതാണ് സക്കറിയ പ്രവചനത്തിൻ്റെ 3-ാം അധ്യായം. അതുകൂടെ പെട്ടെന്ന് അത് നിങ്ങൾ എടുക്കണം. സക്കറിയ പ്രവചനം, മത്തായിയുടെ പുറകിൽ മലാക്കി, മലാക്കിയുടെ പുറകിൽ സക്കറിയ പ്രവചനത്തിൻ്റെ 3-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കുക. സക്കറിയ പ്രവചനത്തിൻ്റെ 3-ാം അധ്യായം 1 മുതൽ ഉറക്കെ വായിക്കാം. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും. സക്കറിയ 3-ാം അധ്യായം 1 മുതൽ. കിട്ടിയോ? ഉറക്കെ വായിച്ച്. സക്കറിയ 3:1 മുതൽ ഉറക്കെ വായിച്ച്. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ദൈവമായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. കണ്ടോ? സാത്താൻ പ്രധാന പുരോഹിതനായ ജോഷുവയുടെ വലതുഭാഗത്ത് കുറ്റം ആരോപിക്കാൻ നിൽക്കുകയാണ്. എന്താണ് ജോഷുവ ചെയ്ത തെറ്റ്? 3-ാമത്തെ വാക്യം, ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ. മുഷിഞ്ഞ വസ്ത്രം പ്രധാന പുരോഹിതന്റെ വസ്ത്രമാണ്, ആ നാട്ടിലെ ഏറ്റവും തിളക്കമുള്ള വസ്ത്രം. ആ വസ്ത്രം ധരിക്കേണ്ടവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞാൽ പാപം ചെയ്തു എന്ന്. പാപം ചെയ്ത് നിൽക്കുന്ന ജോഷുവയെ കുറ്റമാരോപിക്കാൻ വേണ്ടി സാത്താൻ അവൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എന്നെ ശ്രദ്ധിച്ചേ, ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്, എന്നെ ശ്രദ്ധിച്ചേ. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറയാത്തൊരു പാപം കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും? പിശാച് അതിൻ്റെ മേൽ ഒരവകാശം ഉന്നയിച്ചു വരും. യോഹന്നാൻ 10:10, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. അവന് നന്നാക്കാൻ ഉദ്ദേശമില്ല, നമ്മളെ പരിവർത്തനപ്പെടുത്താനോ ഉയർത്താനോ അഭിവൃദ്ധിയിലേക്ക് നയിക്കാനോ ഐശ്വര്യം തരാനോ അല്ല സാത്താൻ വരുന്നത്. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്തിനാണ് കുമ്പസാരിക്കേണ്ടത്? ഞാൻ ചില ന്യായങ്ങൾ പറയുമായിരുന്നു. ഒന്ന്, ദൈവം പരിശുദ്ധനാണ്.
അശുദ്ധമായതൊന്നും ദൈവസന്നിധിയിൽ പ്രവേശിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു എന്താണ്, പാപം ചെയ്യുന്നവന് ക്ലേശവും ദുരിതവും ഉണ്ടാവും, പാപത്തിന് അനന്തരഫലമുണ്ട്. പിന്നീട് നമ്മൾ ചിന്തിച്ചത് അങ്ങനെ മരണത്തിന് ശേഷം ഒരു വിധിയുണ്ട്. മാരകപാപത്തിൽ ഒരാൾ മരിച്ചാൽ അവന് ആത്മാവിൻ്റെ നിത്യരക്ഷ നഷ്ടപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞത് എന്താണ്, ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് സാത്താന് നമ്മുടെ മേൽ അവകാശം ഉണ്ടാവും. അതുകൊണ്ട് കുമ്പസാരക്കൂടുകളിലേക്ക് പോകണം. വെറുതെ ഇങ്ങനെ ഒരു തമാശയ്ക്ക് എന്തെങ്കിലും ഏറ്റുപറയുകയല്ല, മറിച്ച് ജീവിതം മുഴുവൻ, ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ മുഴുവൻ ഏറ്റുപറയണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അത് നിസാരപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഏറ്റുപറയണം. നിസാരപ്പെട്ട കാര്യം. ഞാൻ ഹൈദരാബാദിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാനത് പെട്ടെന്ന് നിങ്ങളോട് പറയാം, വേഗം, കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി. എന്നുവെച്ചാൽ ഞാൻ ഈ ഖത്തറിൽ ഒരു 1.5 മാസം താമസിച്ചിരുന്നു. അപ്പോൾ അവിടെ ഞാൻ താമസിക്കുന്ന സമയത്ത് പകൽ സമയത്ത് ഭയങ്കര ചൂടാണ്, 50 ഡിഗ്രി ചൂടാണ് അന്ന്. അപ്പോൾ അന്ന് ഞാനവിടെ ചെന്നപ്പോൾ അവിടുത്തെ വികാരി അച്ഛൻ എനിക്ക് ഒരു വലിയ കുട തന്നു. അച്ഛൻ എന്നിട്ട് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ 1.5 മാസം ഞാൻ ആ പള്ളി നോക്കണം. അപ്പോൾ അച്ഛൻ എനിക്ക് ഒരു സമ്മാനമായിട്ട് ഒരു കുട തന്നു. കുടയെന്ന് പറഞ്ഞാൽ മറ്റേ ജിയോ എയർടെൽ കമ്പനിക്കാർ ഈ റോഡിലൊക്കെ വെച്ചിരിക്കുന്ന കുട കണ്ടിട്ടുണ്ട്, അത്രയും വലിപ്പമുള്ളൊരു കുട. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കാൻ തന്നാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതന്നെ ഈ കുട തന്നെ, ഞാനെന്നാ ഈ സിമ്മിൻ്റെ കച്ചവടത്തിനെല്ലാം പോകണം. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ കുട വേണ്ടി വരുമെന്ന് പറഞ്ഞു. കാരണം നല്ല ചൂടാണ്, ഭയങ്കര പൊടിക്കാറ്റ് വീശുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പിടിച്ചോണം, അല്ലേ പൊടിയെല്ലാം അടിച്ചിട്ട് ആകപ്പാടെ തകർന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇങ്ങനെ നടന്ന് ആ ഗേറ്റല്ല, കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോകണം, എന്താ ഭക്ഷണം കഴിക്കാൻ പോകണമെങ്കിൽ. അപ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അതിന് ഒരു സംരക്ഷണത്തിനാണ് ഈ കുട തന്നത്. പൊടിക്കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ ഇത് വലിയ സീരിയസ് അല്ലാതെ എടുത്ത് രാവിലെ കാപ്പി കുടിക്കാൻ വേണ്ടി ഈ കുടയും കൊണ്ട് പോയി തിരിച്ചു വന്നത് 5-6 കമ്പിയുമായിട്ടാണ്. അപ്പോൾ കപ്പ്യാരുണ്ട് പള്ളിയിൽ, കപ്പ്യാർ ജോയിച്ചേട്ടൻ. അപ്പോൾ ജോയിച്ചേട്ടൻ ചോദിച്ചു ഇതന്നെ ഇത് കമ്പിയല്ല. ഞാൻ പറഞ്ഞു അത് ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് ശരിക്കും പിടിക്കേണ്ട, ഒരു കുട പിടിക്കാൻ പോലും അറിയാത്ത അച്ഛനാണ് ഈ വന്നിരിക്കുന്നത്. കുട ഞാൻ ഓർത്തില്ല അത്ര അങ്ങനെ. അപ്പോൾ പിറ്റേ ദിവസം മുതൽ ഇനി നടന്നു പോകാനായിട്ട് വകുപ്പില്ല, സംരക്ഷണം തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ എന്ത് ചെയ്യും, വെയിലാവുന്നതിന് മുമ്പേ ഈ കെട്ടിടത്തിൻ്റെ ഓരം പറ്റി കള്ളന്മാർ പോകുന്ന പോലെ, കൊള്ളക്കാരൊക്കെ ഇങ്ങനെ തോക്കൊക്കെ പിടിച്ച് മറഞ്ഞു പോകുന്ന പോലെ അങ്ങനെയൊക്കെ പോയി. അപ്പോൾ അവിടുന്ന് രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചക്കത്തേക്കുള്ളത് എടുത്ത് ഉടുപ്പിനകത്തൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വരും. CCTV ക്യാമറ ഉണ്ടെന്ന് 5-6 ദിവസം കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞ്. അപ്പോൾ ഇങ്ങനെ സാധനം എടുത്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് കയറ്റി ഉച്ചക്കത്തേക്കുള്ളത് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഞാൻ പകലൊന്നും വെളിയിൽ ഇറങ്ങത്തേ ഇല്ല. ആകെയുള്ള എൻ്റെ സമയം പോകുന്നു. എന്നാലും ഞാൻ പറയാം, അതൊക്കെ രസമാണ്, അത് കേൾക്കണം നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ആകെപ്പാടെ ഈ പകൽ സമയത്ത് ഒരു പരിപാടിയില്ല. സന്ധ്യയ്ക്ക് കുറച്ച് പേര് വചനം പഠിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് വരും. അപ്പോൾ പകൽ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഈ വെറുതെ ഇരുന്ന് ഇങ്ങനെ മനുഷ്യൻ മറിഞ്ഞു പോകത്തില്ലേ വെറുതെ ഇരുന്ന്. അപ്പോൾ ഞാൻ ഒരു ആരാധന ചാപ്പലുണ്ട്, ഞാൻ അവിടെ പോയിരിക്കുമ്പോൾ ഈ കറുത്ത വർഗ്ഗക്കാരായ ആളുകളുണ്ടല്ലോ, നമ്മുടെ സഹോദരന്മാർ, ആഫ്രിക്കയിൽ നിന്നുള്ള ചേട്ടന്മാർ, അവർ ഈ ഗൾഫിലൊക്കെ ഉള്ള ചേട്ടന്മാർ ഈ ആരാധന ചാപ്പലിൽ വന്നിട്ട് ഭയങ്കര സൈസാണ് അവന്മാർ. ഞാൻ വിചാരിച്ച് ഞാനാണ് ഈ വലിപ്പമുള്ള ജീവി എന്നാണ്. പക്ഷെ എന്നെക്കാളും ഭയങ്കര വലിപ്പമാണ്, ഭയങ്കര വണ്ണവും നല്ല പൊക്കവും ജോൺ ബോളിനെക്കാളും ഒക്കെ വലിപ്പമാണ്. അപ്പോൾ അങ്ങനെ വലിയ സൈസുള്ള ആചാനഭാഗം വലിയ അധികായന്മാരായ ആളുകൾ വന്നിട്ട് ഇങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ 2 മിനിറ്റ് മുട്ടുകുത്തി നിൽക്കുക. പിന്നെ അവന്മാർ സാഷ്ടാംഗം വീണ് ഇങ്ങനെ കമന്ന് കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല പരിപാടിയാണല്ലോ, ഇത് AC ഉള്ള ആരാധന ചാപ്പലാണ്. അവരിങ്ങനെ കിടക്കുന്നു, 5 മിനിറ്റ് കഴിയുമ്പോൾ അപ്പോൾ പിന്നെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ്, അവരപ്പുറത്ത് കിടക്കുന്നു, ഞാനും ഒരു പ്രത്യേക ഒരു ആരോഗ്യകരമായ അകലം ഇട്ടിട്ട് ഇപ്പുറത്ത് പോയി ഞാനും കിടക്കും. ഇതാണ് എൻ്റെ പരിപാടി. മനസ്സിലായോ? അല്ല, ഞാൻ കുറച്ച് സമയമൊക്കെ പ്രാർത്ഥിക്കും, പിന്നെ ഇതാണ് എൻ്റെ പരിപാടി. ലവന്മാരും ഉണ്ട്, ഞങ്ങൾ 2 പേരും ഉണ്ട്. യാതൊരു വംശീയ പ്രശ്നങ്ങളോ യാതൊരു കലഹമോ ഒന്നുമില്ലാതെ കറുത്ത വർഗ്ഗക്കാരനും ചുമന്ന വർഗ്ഗക്കാരനും ഇങ്ങനെ കിടക്കുകയാണ്. ഇതാണ് എൻ്റെ പകലത്തെ പരിപാടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഈ പകൽ സമയത്ത് ഒരു ആൾ എന്നെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഫ്രീ ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ഫ്രീ ആണ്, കംപ്ലീറ്റ് ഫ്രീ ആണ്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ വീട്ടിൽ വന്ന് കുമ്പസാരിപ്പിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടിയില്ല, നിനക്ക് അറിഞ്ഞൂടെ, പിന്നെ ഈ ചൂടാണ്, കുടയുണ്ടായിരുന്നു ഒടിഞ്ഞുപോയി. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ തളർന്ന് കിടക്കുകയാണ് ഞാൻ തളർന്ന് കിടക്കുകയാണ്. അയ്യോ തളർന്ന് കിടക്കണോ? ഞാൻ എങ്ങനെ വരും? ഞാൻ എൻ്റെ കെട്ടുവനെ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവ് വന്ന് എന്നെ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ചെന്നു. ഒരു ചെറുപ്പക്കാരി അവളുടെ മുറിയിൽ കട്ടിലയിൽ തളർന്ന് കിടപ്പാണ്. അപ്പോൾ വേറൊരു രാജ്യത്താണ് അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ ജീവിക്കാൻ വേണ്ടി ഈ നാട്ടിലേക്ക് വന്നതാണ്. വന്നപ്പോഴാണ് അവളുടെ ഈ നടുവിന് എല്ല് പൊടിയുന്ന ഒരു രോഗം
അപ്പോൾ ഡോക്ടർമാർ സർജറി എല്ലാം പറയും എഴുന്നേക്കാൻ പറ്റത്തില്ല, കിടപ്പായി പോയി, അനങ്ങാൻ പോലും പറ്റത്തില്ല, ഇങ്ങനെ കിടക്കാനേ പറ്റും. ഈ അവസ്ഥയാണ് അവൾക്ക്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പം ഞാൻ ഈ കസേരയിട്ടിരുന്ന് അവൾ കിടന്നുകൊണ്ട് തന്നെ പാപം ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് ഞാൻ ആശീർവാദം കൊടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ പോയി. 4 ദിവസം കഴിയുമ്പോൾ അവൾ പിന്നെയും വിളിച്ചു, അച്ഛാ ഒന്നുകൂടെ വരാമെന്ന് ചോദിച്ചു. ഞാൻ ഒന്നെല്ലാം കൂടെ വന്നേ ഉള്ളൂ, 4 ദിവസം 4 ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇന്നലെ ഒരു കൗൺസിലിംഗ് കിട്ടി. അപ്പം ഞാൻ ഒത്തിരി ചിന്തിക്കാതിരുന്ന ചെറിയ 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 പാപങ്ങളാണ്, പക്ഷേ കുറേ ഉണ്ട്, കുഞ്ഞു 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 കാര്യങ്ങളാണ്. അതെല്ലാം കൂടി ഈ കൗൺസിലിങ്ങിന് ചില മേഖലകളൊക്കെ ചോദിച്ചപ്പോൾ അതെല്ലാം ഓർത്തപ്പോഴാണ് അച്ഛാ ഓർമ്മ വന്നത്. ഞാനതെല്ലാം എൻ്റെ അച്ഛാ കട്ടിലേക്ക് കിടന്നുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, അച്ഛനൊന്ന് വരാമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, കെട്ടിയോനെ വിടൂ. അപ്പോൾ പറഞ്ഞു കെട്ടിയോൻ ഇല്ല, ജോലി തിരക്കാണ്. അപ്പോൾ ഭർത്താവിൻ്റെ കൂട്ടുകാർ 2 പേരുണ്ട്, അവർ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പേര് വന്ന് എന്നെ കൊണ്ടുപോയി വീട്ടിൽ ഇറക്കി വിട്ടിട്ട് അമ്മ പറഞ്ഞ്, അച്ഛാ ചേച്ചി പറഞ്ഞത് കുറേ സമയം എടുക്കുമെന്നാണ്, അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് അച്ഛൻ വിളിച്ചാൽ മതി, അന്നേരം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവരെന്നെ പോയി. ഞാനുണ്ട്. ഈ അടുക്കളയിൽ ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്, ചെറിയ പെൺകുട്ടിയാണ്. ചെറിയ പെൺകുട്ടി ഞാൻ പറയാൻ കാരണം തീരെ ചെറിയ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു കാര്യം, ഒരു ആപത്ത് വന്നാൽ അതിനൊരു ആപത്തുള്ള പെങ്കൊച്ചല്ലത്. അത് പറയുന്നതിൻ്റെ കാരണമുണ്ട്, അത് പിന്നെ പറയാം. അപ്പോൾ അത് പെന്തക്കോസ്തുകാരി കൊച്ചുമാണ്. അപ്പോൾ അതിങ്ങനെ വന്ന് വാതിക്കൽ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ കുമ്പസാരാണ്, നീ അപ്പുറത്തോട്ട് പൊക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഇത് നേരത്തെ പോലെ തന്നെ ഞാൻ ഇരിക്കുന്നു, അവൾ കിടന്നുകൊണ്ട് അവൾ പാപം ഏറ്റു പറയുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഭയങ്കര മാരക പാപങ്ങളൊക്കെ അവളേറ്റ്, അങ്ങനെയല്ല. അവൾ നല്ലതായിട്ട് ജീവിക്കുന്ന കുഞ്ഞാണ്. പക്ഷെ അവളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പൊട്ടും പൊടിയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ കിടന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ കൗൺസിലിംഗ് കിട്ടിയതിൻ്റെ ഗുണമാണ്. അതിങ്ങനെ ഓരോന്നെല്ലാം എഴുതി വെച്ച് ഇങ്ങനെ ഒരു പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം എന്താണെന്നറിയാം, നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വന്നാൽ നമുക്ക് അറിയാൻ പറ്റും അത്. അതായത് നമ്മൾ ഒരു സാധാരണ അവസ്ഥയും ആത്മാവിൻ്റെ മേഘം വന്ന് താണു നിൽക്കുന്ന അവസ്ഥയും വ്യത്യാസമുണ്ട്. അപ്പോൾ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഒരു അനോയിൻറ്റിങ് ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവളിങ്ങനെ പാപം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തലേ ദിവസം കുമ്പസാരിച്ച പോലല്ല, ഇവളിങ്ങനെ ഏങ്ങലടിച്ചുകൊണ്ടാണ് പാപം പറയുക. പക്ഷെ പാപം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തലേ ദിവസം കരഞ്ഞുകൊണ്ട് തന്നെ കുമ്പസാരിച്ച്, പക്ഷേ ഇത്തവണ അവൾ പാപം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത ഒരു ദൈവസാന്നിധ്യം ആ മുറിയിൽ നിറയുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പം ഞാൻ അവളുടെ പേര് വിളിച്ചിട്ട് അവളോട് പറഞ്ഞു, മെർലിൻ, ഈശോ ഇന്ന് ഈ മുറിയിലുണ്ട്, ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവൾ അലറിക്കരഞ്ഞിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് സംശയമില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഈ കുഞ്ഞു 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 കാര്യങ്ങളെല്ലാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 10,000 ഉറുമ്പുകൾ എൻ്റെ നട്ടലിലൂടെ ഇഴയുന്ന പോലൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. കുമ്പസാരം എല്ലാം കഴിഞ്ഞ് ആശീർവാദം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മെർലിൻ, എനിക്ക് നിന്നെ എഴുന്നേൽപ്പിക്കണമെന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ, നമുക്ക് ഈ ബുദ്ധി കൊണ്ട് ഒരുപാട് കൊല്ലം ജീവിച്ചുകൊണ്ട് ബുദ്ധി ഇങ്ങനെ ഇടയ്ക്ക് വരും. ഒരുപാട് കൊല്ലം ബുദ്ധി കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ഒരു പാസ്റ്റുണ്ട്. അതുകൊണ്ട് ഈ ബുദ്ധി ഇടയ്ക്കിടയ്ക്ക് വരും. ആത്മാവിൽ നിന്നൊരു തള്ളൽ വരുമ്പോഴും അപ്പുറത്തു നിന്ന് ബുദ്ധി ചില ഉപദേശം തരും. അപ്പോൾ ബുദ്ധി എന്നെ ഉപദേശിക്കുകയാണ്, മണ്ടത്തരം കാണിക്കരുത്, അടുക്കളയിലൊരു ആവതില്ലാത്തൊരു പൊട്ടിക്കൊച്ച് മാത്രമേ ഉള്ളൂ, ഇതിനെ ഇനി എഴുന്നേൽപ്പിച്ചിട്ട്, ഇത് തളർന്നു കിടക്കുന്ന കൊച്ചാണ്, എഴുന്നേൽപ്പിച്ചിട്ട് ഇതിനു വല്ലതും ആപത്തും പറ്റിയാൽ എടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ പോലും വണ്ടി പോയില്ല, അബദ്ധമൊന്നും കാണിക്കരുതെന്ന് എൻ്റെ ബുദ്ധി എന്നോട് പറയുക. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ എനിക്ക് തള്ളാനും വയ്യ. ഞാനതുകൊണ്ട് സത്യസന്ധമായിട്ട് ആ കൊച്ചിനോട് പറഞ്ഞു, മെർലിൻ, സത്യമായിട്ടും നിന്നെ എനിക്ക് എഴുന്നേൽപ്പിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കിടപ്പ് നീ ഇനി കിടക്കണ്ടെന്ന് എനിക്ക് നിന്നോട് പറഞ്ഞ് നിന്നെ ഇപ്പോൾ പൊക്കണമെന്നുണ്ട്. പക്ഷേ ഇതൊരു അന്യനാടായതുകൊണ്ടും നിൻ്റെ കെട്ടിയോൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടും ഞാനും നീ ഇവിടെ തനിച്ചായതുകൊണ്ടും ഒരു അവിവേകം കാണിക്കുകയാണോ എന്ന് ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ഈ പ്രേരണ എനിക്ക് അവഗണിക്കാൻ വയ്യ. 5 മണിക്ക് നിൻ്റെ കെട്ടിയോൻ വരുമല്ലോ, വരുമ്പോൾ നീ അവൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽക്കണം. അവൾ പറഞ്ഞ, അച്ഛാ ഞാൻ എഴുന്നേൽക്കുന്നു. കൂട്ടുകാർ വന്നു, എന്നെ കൊണ്ട് പള്ളി വിട്ടു. 5 മണിക്ക് ഭർത്താവ് വന്നപ്പോൾ ഇവള് പറഞ്ഞു, അച്ഛാ എന്നെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, ഇതന്നെ നീ ഇങ്ങനെ അബദ്ധം കാണിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഇല്ല, ഡാനിയലച്ഛൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അച്ഛൻ അറിയാവോ നിൻ്റെ രോഗത്തിൻ്റെ ഗൗരവം? അച്ഛൻ കണ്ടോ സ്കാനിങ് റിപ്പോർട്ടൊക്കെ? അച്ഛൻ കണ്ടോ? അച്ഛൻ അറിയത്തില്ല. അച്ഛനത് നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞായിരിക്കും, പക്ഷെ അച്ഛൻ അറിയത്തില്ല. അതുകൊണ്ട് നീ പിന്നെ അബദ്ധം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെട്ടു. അവൾ പിന്നെയും കഴിഞ്ഞപ്പോൾ അവൻ ചൂടായിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് അവിടെയാണെങ്കിൽ കിടക്കാൻ പറഞ്ഞു.
ഉടനെ ഈ 4 ദിവസം മുമ്പ് ജീസസ് യൂത്തുകാർ വന്ന് ആ വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവരാണ് ഈ കൗൺസിലിംഗ് ഫോണിൽ കൂടെ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ 4 ദിവസം മുമ്പ് കൗൺസിലിങ്ങിന് വിളിച്ച സഹോദരൻ വേറൊരു രാജ്യത്താണ്. അപ്പോൾ ടൈം സോൺ വ്യത്യാസമുണ്ട്. അവിടെ ഉറങ്ങേണ്ട സമയമായി. അപ്പോൾ ആ ആൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ആത്മാവ് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. എഴുന്നേറ്റിരിക്കുമ്പോൾ തോന്നുകയാണ് ഈ 4 ദിവസം മുമ്പ് വിളിച്ച ആളെ വിളിക്കാൻ തോന്നുകയാണ്. വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രേരണ ദൈവത്തിന് കൊടുക്കുകയാണ്. മെർലിൻ, കർത്താവ് നിന്നെ സുഖപ്പെടുത്തിയിട്ട് നീ എന്താണ് എഴുന്നേൽക്കാത്തത്? കൗൺസിലിംഗ് ചെയ്ത ബ്രദർ അങ്ങോട്ട് ചോദിക്കാം. അപ്പോൾ ഇവള് കരഞ്ഞിട്ട് പറഞ്ഞു, അവന് ചേട്ടൻ സമ്മതിക്കുന്നില്ല. ചേട്ടനെ വിളിക്കാൻ പറഞ്ഞു. അവന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഫോൺ കൊടുത്തപ്പോൾ അദ്ദേഹം അവനോട് സംസാരിച്ചിട്ട് ഉറപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന് എന്താ സംഭവിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് അച്ഛൻ വന്ന് കുമ്പസാരിപ്പിച്ചു. അച്ഛൻ പറഞ്ഞായിരുന്നു എഴുന്നേക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇങ്ങനെ നീ അതാണ് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടോ? എനിക്ക് പരിശുദ്ധാത്മാവ് എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. നീ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞ അവളെ. ഞാൻ ഒരു 9:30 മണിക്ക് ഖത്തറിൽ അന്ന് ഞാൻ താമസിച്ചിരുന്ന മുറിയിൽ ഉറങ്ങാനുള്ള വട്ടം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വാതിക്കൽ തട്ട് കേൾക്കാം. ഞാൻ കതക് തുറക്കുമ്പോൾ ഈ തളർന്ന് കിടന്നവള് എൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. അവളുടെ പുറകിൽ അവിടെ ഭർത്താവ് നിൽക്കുന്നു. കർത്താവ് പരിപൂർണ സൗഖ്യം. അവളെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദിൽ വെച്ച് വർഷങ്ങൾക്ക് ശേഷം കണ്ടത്. ഹൈദരാബാദിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ അച്ഛൻ, ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് അറിയത്തില്ല മോളെ, ആരാ നീ? എൻ്റെ അച്ഛൻ എന്തോരം സ്ഥലത്ത് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, എന്നിട്ട് അച്ഛനെ കുറിച്ച് മറന്നുപോയോ? പിന്നെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് മറന്നുപോയി. ആളെ കണ്ട മറന്നുപോയി. അവൾ പറഞ്ഞ, അച്ഛൻ ഞാനാണ് അച്ഛാ ഈ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് കുമ്പസാരിച്ച് എഴുന്നേറ്റ് സൗഖ്യം കിട്ടിയ ആൾ. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ അവളോട് ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, നിനക്ക് നടുവിന് എന്തെങ്കിലും പ്രശ്നം ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, എനിക്ക് നടുവ് സംബന്ധമായ യാതൊരു പ്രശ്നങ്ങളും പിന്നീട് ഉണ്ടായിട്ടില്ല. ഇത് ഒരു സംഭവമല്ല, ഒരുപാട് പേരുടെ ജീവിതം. പ്രകാശ് എന്ന് പറഞ്ഞൊരു മംഗലാപുരംകാരൻ ക്യാൻസറിൻ്റെ 4ാം സ്റ്റേജ് കഴിഞ്ഞ് കുമ്പസാരക്കൂട്ടിൽ വെച്ച് ഇൻസ്റ്റൻ്റായിട്ട് സുഖപ്പെട്ടു. എത്ര പേര് കുമ്പസാരക്കൂട്ടിൽ എന്തെന്നറിയാമോ? വിനാശത്തിൻ്റെ വഴികൾ പിന്തുടർന്ന് ഉണ്ടാവുന്ന രോഗങ്ങളൊക്കെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഇല്ലാതാവും. പാപം ഏറ്റവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കുമ്പസാരത്തെ ഒരു നിസാര കളിയായിട്ട് കാണരുത്. ഞാൻ കൂടുതൽ എനിക്ക് പറയാനുണ്ട്, അത് ദൈവം അനുവദിച്ചാൽ ഞാൻ നാളെ പറയും.